ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സിന്റെ ക്ലാസ്സുകളാണ്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷൻസും കവർ ചെയ്തു. ഫിസിക്സിന്റെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലും മാത്സിന്റെ ആണെങ്കിലും കവർ ചെയ്തു. ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിലേക്ക് പോവുക. പ്ലേലിസ്റ്റിൽ +1 ഫോക്കസ് ഏരിയ എന്ന് പേരുള്ള പ്ലേലിസ്റ്റിൽ കയറുക. അതിൽ നിങ്ങൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. +1 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യുക, അവർക്കെല്ലാം നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് +1 സയൻസുകാർക്കും +2 സയൻസുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. എക്സാം സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഫുൾ കവർ ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് +1 മാത്സിലെ മിക്കവർക്കും ഇഷ്ടമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. ഇത് ചാപ്റ്റർ 13 ആയിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മിക്ക സ്റ്റുഡൻസിന് ഇഷ്ടമില്ല. കാരണം എന്താ, നമ്മൾ ഇത് ഇതുവരെ പഠിക്കാത്ത ഒരു സാധനമാണ്. 10ാം ക്ലാസ് വരെ ഇതിന്റെ ഒരു ബേസ് പോലും നമ്മൾ ഇതിന്റെ അകത്ത് കേട്ടിട്ടില്ല. നമ്മൾ നേരെ ഇത് ഡയറക്റ്റ് പഠിക്കുന്ന എവിടെയാ, +1 ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഏത്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ചാപ്റ്ററും ട്രിഗ്നോമെട്രിയും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ +2 6 ചാപ്റ്റർ പോയി. ഈ ഒരു ചാപ്റ്ററും +2 ട്രിഗ്നോമെട്രിയും അറിഞ്ഞില്ലേ, +1 ട്രിഗ്നോമെട്രിയും അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് 6 ചാപ്റ്റർ നഷ്ടമാവും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം +2 ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും, അതായത് കാൽക്കുലസ് എന്ന് പറയുന്ന ആ ബ്രാഞ്ച് മൊത്തം എന്തിന്റെ ബേസിലാ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു ട്രിഗ്നോമെട്രിയും ബേസ് ആയിട്ടുള്ള കുറെ ഇതായിട്ടുള്ള. സോ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മള് കുറെ കാര്യങ്ങൾ, തിയറി കാര്യങ്ങൾ കുറച്ച് ആദ്യം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിമിറ്റ്സ് എന്നൊന്ന് മനസ്സിലാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എഴുതി വെക്കുക. അതേപോലെ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിവ് നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്സ് നോക്കിയേ. ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്സ് 3 കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ലിമിറ്റ്സ്, അതായത് ടോട്ടൽ ലിമിറ്റ്സ് ഉണ്ട്. 2 പാർട്സ് ആണ് ഇത്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ ലിമിറ്റ്സ് ഉണ്ട്. രണ്ടാമത്തത് ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, അതായത് ഡെറിവേറ്റീവ്സ് എടുക്കുന്നതുകൊണ്ട്. മൂന്നാമത്തത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ലാത്തതിന്റെ ഡെറിവേറ്റീവ്സ്, അതായത് പ്രോഡക്റ്റ് റൂൾ എന്നും കോഷ്യന്റ് റൂൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇക്വേഷൻസ് സൈഡിലോട്ട് എഴുതി വെക്കുക. പിന്നെ ഓരോ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുക. അതിനുശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കാം. ഓക്കെ, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇത്രയും നാളും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അതിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പോർഷൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ആ പോർഷൻസ് എന്തില്ല, ഫോക്കസ് ഏരിയ ടോപ്പിക്സിനകത്തില്ല. അതായത് find the derivative of sin x, അല്ലെങ്കിൽ find the derivative of cos x, find the derivative of tan x using first principle എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ല ഇപ്രാവശ്യം. അതെന്ത് ചെയ്തു, ഫോക്കസ് ഏരിയയിൽ നിന്ന് കളഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കുക. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ കാണുക. നന്നായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ ആദ്യമേ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യുക. അതിനുശേഷം സൊല്യൂഷൻ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കും. ചാപ്റ്ററിന്റെ പേരാണ് എന്ത്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നല്ല പവർ ഒക്കെ വന്നിരിക്കണം കേട്ടോ. അല്ലാതെ ഇത് പഠിക്കാൻ നേരത്ത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ നേരത്ത് ആരും ഉറക്കം തൂങ്ങി ഒന്നും ഇരുന്നേക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് നല്ലതായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇത്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പൊ നമുക്ക് പൊളിക്കാം മക്കളെ. ഓക്കെ മക്കളെ, ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ലിമിറ്റ്സ് എന്നാ. ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ലിമിറ്റ്സ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അത് വായിച്ചില്ലേലും കുഴപ്പമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ അത് വായിച്ചില്ലേലും കുഴപ്പമില്ല. ജസ്റ്റ് ആ താഴത്തെ ഒരു ഇക്വേഷൻ കണ്ടോ, ആ ഇക്വേഷൻ ഓർത്തില്ലേലും കുഴപ്പമില്ല. ഞാൻ കാര്യമാണ് പറയുന്നത്. അതിന്റെ താഴത്തുള്ള ഒരു ഇക്വേഷൻ ഓർത്തില്ലേലും കുഴപ്പമില്ല. അതിന്റെ മേളിലുള്ള ഡെഫിനിഷൻ എഴുതിയില്ലേലും കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങൾ +1 ആദ്യമായിട്ട് കാണുന്ന സാധനമാണ് ലിമിറ്റ്സ്.
ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. എന്താണ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കിയ മക്കളെ, എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അത്രയൊന്നും ഓർക്കണ്ട. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്നാ ഫംഗ്ഷൻ? കല്യാണം ഒന്നും അല്ലല്ലോ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം ഒന്നും അല്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മാത്സിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എക്സ്, കോസ് എക്സ്, എക്സ് സ്ക്വയർ, അങ്ങനത്തെ ഒരു സംഭവമില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ അറിയാം? ഫംഗ്ഷന് പല വാല്യൂ എടുക്കാൻ പറ്റും. ഈ ഫംഗ്ഷന്റെ ഇതിനകത്ത് ഇപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം, എക്സ് സ്ക്വയറിനകത്ത് കൊണ്ട് 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ ആവും. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആ അല്ലെ? അപ്പൊ ഇതുകൊണ്ട് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, ഇതിനകത്ത് ഏത് വാല്യൂ വേണമെങ്കിലും കിട്ടും എക്സിന്. കാരണം എക്സിനോടെ 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1 സ്ക്വയർ. എക്സിനോടെ 2 ഇട്ട് കൊടുത്താൽ 2 സ്ക്വയർ. എക്സിനോടെ 3 ഇട്ട് കൊടുത്താൽ 3 സ്ക്വയർ. അങ്ങനെ പല വാല്യൂം സ്വീകരിക്കാൻ കഴിവുള്ളവനാണ് ആര്? ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞവൻ അല്ലെ? അപ്പൊ ഫംഗ്ഷന്റെ പ്രത്യേകത എന്നതാ? ഫംഗ്ഷന് ഒരു വാല്യൂ അല്ല, കുറെ വാല്യൂ ഉണ്ട്. അപ്പൊ നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എടുത്തു. ആൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എ നമ്പർ എൽ. ഇവിടെ പറയുന്നത് ഏതാ? എഫ് ഓഫ് എക്സ്, അതായത് നമ്മളിപ്പോ 1 സ്ക്വയർ എടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അപ്രോച്ചസ് ടു നമ്പർ എൽ. അപ്രോച്ച് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ ആ നമ്പറിന്റെ വാല്യൂ അല്ല. അപ്രോച്ചസ് എന്നാ പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങോട്ട് പോവെന്നാ പറഞ്ഞേ? എല്ലിലേക്ക് പോകും. പക്ഷെ എൽ എത്തിയോ? എത്തിയിട്ടില്ല. എല്ലിലേക്ക് പോകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്രോച്ച് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ആസ് എക്സ് അപ്രോച്ചസ് എ. എപ്പോഴാ? എക്സിന്റെ വാല്യൂ എ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് പോകുമ്പോൾ, എക്സിന്റെ വാല്യൂ എ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അങ്ങോട്ട് പോകും? എല്ലിലേക്ക് പോകും. അത്രേ ഉള്ളൂ. കണ്ടോ? എക്സിന്റെ വാല്യൂ അങ്ങോട്ട് പോകുന്നു? എയിലേക്ക് പോകുന്നു. ഈ എക്സിലെ ഫംഗ്ഷനകത്തുള്ള എക്സ്, ഈ എഫ് ഓഫ് എക്സിനകത്തുള്ള എക്സ്, എക്സിന്റെ വാല്യൂ എ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ അങ്ങോട്ട് പോകുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാറും. എക്സ് മാറിയാൽ എഫ് ഓഫ് എക്സ് മാറും. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്തു. ടെൻഡ് ചെയ്യാന്ന് പറയുന്നത് ടെൻഡൻസി, പോകാനുള്ള ഒരു ഇത്. പക്ഷെ എത്തിച്ചേർന്നോ? ഇല്ല, എത്തിയിട്ടില്ല. എക്സ് ടെൻഡ്സ് ടു എ. എക്സ് എയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അങ്ങോട്ട് പോകും? എല്ലിലേക്ക് പോകും. ഈ എല്ലിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റ്. ഈ എല്ലിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റ്. സംഭവം തീർന്നു. കണ്ടോ? എൽ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എവിടെ വെച്ച്? അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ ഓർക്കുക. വെൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് എ നമ്പർ എൽ, നമ്പർ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, എപ്പം? വെൻ എക്സ് അപ്രോച്ചസ് എ, എക്സ് എയിലേക്ക് പോകുമ്പോൾ. ഈ എല്ലിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ. എക്സ് ടെൻഡ്സ് ടു എ എങ്ങോട്ടാ? ഫംഗ്ഷൻ. കണ്ടോ? ഇത് നമ്മൾ കൊടുക്കും. എക്സ് എങ്ങോട്ടാ പോകുന്നത്? എയിലേക്കല്ലേ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ. കണ്ടോ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് എന്ത് വരും? എക്സ് ടെൻഡ്സ് ടു എയിലേക്കാ പോകുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് വരും? എല്ലിലേക്ക് പോകും. മനസ്സിലായി? അതുകൊണ്ട് ഇതൊരു കാര്യം കൂടെ കാണിച്ചത് എന്തുണ്ടോ? ഈ 2 എന്ന് പറയുന്ന പോയിന്റ് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നതാ? 2ലേക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷെ 2 എത്തിയോ? ഇല്ല. ഇവിടെ വേണമെങ്കിൽ 1.9999 ആവാം, അല്ലെങ്കിൽ 2.000001 ആവാം. കണ്ടോ? പക്ഷെ 2 അല്ലല്ലോ, എക്സാക്ട് 2 അല്ല. എക്സാക്ട് 2 അല്ല. എക്സ് അപ്രോച്ചസ് 1.9999 അല്ലെങ്കിൽ 1.9998. ഇവിടെ 2.0001. പക്ഷെ 2 അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2.0001. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഓർക്കേണ്ടത്? ഈ ഡെഫിനിഷൻ ഒന്നും ഓർക്കണ്ട, ഈ ഇക്വേഷനും ഓർക്കണ്ട. കേട്ടല്ലോ? ഇത് ഓർക്കുക അല്ല, ഓർക്കണ്ട. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ആണ്. എല്ല്. കേട്ടോ? എല്ലിന്റെ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ല്. ഇത് 2 കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? RHL, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. കേട്ടോ? RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. വലത്തെ കയ്യിലെ ലിമിറ്റ്. അങ്ങനെയാണോ? അല്ല, വലത്തെ കയ്യിലെ ലിമിറ്റ് എന്നല്ല അതിന്റെ അർത്ഥം. കേട്ടോ? LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്. കേട്ടോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതിന്റെ അർത്ഥം ഇടത്തെ കയ്യിലെന്നാണോ? അല്ല. അതാ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ. ഞാനിപ്പോ നേരത്തെ എടുത്തു 2 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു. 2ന്റെ പുറകിലുള്ളത് കണ്ടോ? 2ന്റെ പുറകിൽ കണ്ടോ? ഈ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ? 1.999. ഇതിനെ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. കണ്ടോ? ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ 2.001. ഇതൊക്കെയാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇതെന്നതാ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് വാല്യൂ. ഇതെന്നതാ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ എങ്ങനെയാ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നോക്കിയേ, സിമ്പിളാ. നോക്കിയേ, നേരത്തെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്താവും? എ പ്ലസ് എഫ് ഓഫ് എക്സ് കൊടുക്കും. അതിന്റെ വാല്യൂ എന്ത് തന്നെയാ? എല്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്താവും? എൽ. കണ്ടോ? 2 ആണെങ്കിൽ 2.2ൽ താഴെയുള്ള ഒരു വാല്യൂ അല്ലേ? അപ്പൊ എന്താവും? എ മൈനസ്. ഈ പ്ലസ് വരാൻ കാരണം എന്നതാ? പ്ലസ് വരാൻ കാരണം 2ലും കൂടുതലായതുകൊണ്ട്, അതാണ് പ്ലസ്. മൈനസ് വരാൻ കാരണം എന്നതാ? 2ലും താഴെ 1.99 അല്ലേ? ഉണ്ടോ? ഇതുണ്ടോ? 1.998 എന്നൊക്കെയാ.
ഈ 2-ലും താഴെയല്ലേ, അതാണ് ഇവിടെ മൈനസ് വരാൻ കാരണം. ഇവിടെയോ പ്ലസ് വരാൻ കാരണം. ഇവിടെ 2.00001 എന്നൊക്കെ കൊടുക്കാം. കാരണം 2-ലും കൂടുതലുള്ള വാല്യൂ അതാണ് നമ്മൾ പ്ലസ് കൊടുത്തത്. 2-ലും കുറവാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ, മൈനസ് കൊടുത്തേനെ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്ത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും, ഇതാണ് എന്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും. സംഭവം കത്തിയേ. ഇത്രയൊക്കെ ഉള്ളു മക്കളെ ലിമിറ്റ്സിൽ ബോറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്ര ഉള്ളു ബോറായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയാണ് നമ്മുടെ സംഭവം കിടക്കാച്ച സാധനങ്ങൾ, പൊളി സാധനങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ലിമിറ്റ്സ് ഒരു കാരണവശാലും പേടിക്കണ്ട. ഈ സംഭവം സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം കേട്ടല്ലോ. അപ്പൊ ഇനി ഇതല്ല ഇത്ര നേരം ബോറായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടിപൊളി സാധനങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, പൊളിക്കാം. ഓക്കെ മക്കളെ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാ. ശ്രദ്ധിച്ചിരുന്നോ, പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഇതുണ്ടോ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ഇത് ഞാനിപ്പോ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാ ചെയ്യുന്നതെങ്കിൽ ഇതിൽ കൂടി വന്നാൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഉള്ള ഈ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എടുക്കത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ, എന്നെ സംഭവം നോക്കൂ. ഓക്കെ, എന്താ ലിമിറ്റിനകത്ത് പറയുന്നത്? നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാണ്. ഞാൻ പക്ഷേ എല്ല് മാറ്റി ഇപ്പൊ എന്താക്കി, എഫ് ഓഫ് എ എന്നാക്കി. എന്നാ സാറേ അങ്ങനെ? എന്നാ പിന്നെ ആദ്യം തന്നെ എങ്ങനെ ഇട്ട് കൊടുത്താൽ പോരായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചേ, ഇനി തൊട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, ഇവിടെ ലിമിറ്റ് എക്സിന്റെ ഏത് വാല്യൂ ആണ് പറയുന്നത് അതുകൊണ്ട് എക്സിന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. സംഭവം തീർന്നു. കണ്ടല്ലോ? ശ്രദ്ധിച്ചേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഏതെങ്കിലും ഒരു വാല്യൂ പറയുമല്ലോ, ആ വാല്യൂ കൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇട്ട് കൊടുക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇട്ട് കൊടുക്കുക. ഇത് നോക്കിയേ, ഇവിടെ എക്സ്റ്റെൻസ് ടു 3 ആ. ഫംഗ്ഷൻ ഏതാ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3. ഫംഗ്ഷൻ ഏതാ? എക്സ് പ്ലസ് 3. ഇതല്ലേ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ്. നമുക്ക് ഇട്ട് കൊടുക്കേണ്ട വാല്യൂ ഏതാ? 3. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഉണ്ടോ, ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പൊ എത്ര വരും? എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുത്തു, ബാക്കി വീണ്ടും ഒരു 3. അപ്പൊ 3 + 3 6. സംഭവം തീർന്നില്ല. നിസ്സാരമായിട്ടുള്ള കാര്യം. എക്സിനോടെ കൊണ്ട് 3 ഇടുക, 3യും 3യും കൂടെ കൂട്ടാൻ ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. 3 + 3 6. ഇനി അടുത്ത് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 അതിന്റെ അർത്ഥം എന്താ? ഫംഗ്ഷന്റെ അകത്തുകൊണ്ട് 2 ഇടുക. എവിടെയൊക്കെ ഉണ്ട് എക്സ്? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അവിടെ കൊണ്ട് 2 ഇടുക, അത്രേ ഉള്ളൂ. നിസ്സാരം. നോക്കിയേ, 4 × എക്സിന് സ്ഥാനത്ത് 2. അപ്പൊ 4 × 2. പിന്നെ എന്നാ ഉണ്ട്? ഒരു +7 ഡിവൈഡഡ് ബൈ, നോക്കിയേ 2x + 1 എന്നാ. അപ്പൊ 2 × x. എക്സിന്റെ സ്ഥാനത്ത് എത്രയാ? വീണ്ടും 2 + 1. എന്താ? വേറെ ഒന്നും ഇല്ലല്ലോ. ആ എക്സിന്റെ അവിടെ കൊണ്ട് 2 ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 4x എന്ന് പറഞ്ഞാൽ 4 × x. കണ്ടോ? ഇത്ര ഉള്ളു സംഭവം. 4 × 2 8 അല്ലെ? 8 + 7 എന്ന് വരും. 8 + 7 ഡിനോമിനേറ്ററിലോ 2 × 2 4 + 1 എന്ന് വരും. 8 + 7 എന്ന് പറഞ്ഞാൽ 15. 4 + 1 എന്ന് പറഞ്ഞാൽ 5. 15/5 എത്രയാ? 3. നിസ്സാരം. ഞാൻ ഇത്ര നേരം ഇത് വേണേ പറയാനായിട്ട് 1 മിനിറ്റ് എടുത്തു. പക്ഷെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ പൊളിപ്പിള്ളേരല്ലേ, നിങ്ങൾക്കൊക്കെ ഇത്ര നേരം എടുക്കോ? ഇല്ല. എന്ത് ചെയ്യാ? ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എക്സിന് 2 ഇട്ട് കൊടുക്കുക, സംഭവം തീർന്നു. അടുത്ത് നോക്കി, കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇത്ര നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർക്ക് ഇത് ചിലപ്പോൾ ചോദിക്കത്തില്ലെന്ന്, പക്ഷെ നോക്കിയേ അതിന്റെ സൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വർഷമാ? ഇംപ്രൂവ്മെന്റ് 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ പോയി നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ മതി. പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനാ. നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x² - 2. അതിന്റെ അർത്ഥം എന്നതാ? ഈ 2 എന്ന് പറയുന്ന സാധനം എടുത്ത് എക്സിനകത്ത് ഇട്ട് കൊടുക്കുക. കണ്ടോ? എക്സിനകത്ത് 2 ഇട്ട് കൊടുത്താൽ x² എന്നാ. അതിന്റെ അർത്ഥം എന്നതാ? എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 2 കൊടുത്തു, പിന്നെ വേറെ ഒരു സ്ക്വയർ ഉണ്ട്, -2. ഇതൊന്നില്ലേ? 2² 2 × 2 എത്രയാ? 4 - 2. ഇത്ര ആൻസർ 2. സംഭവം തീർന്നില്ലേ? നിസ്സാരമായിട്ടുള്ള കാര്യല്ലേ? ഇത്ര ഉള്ളു മക്കളെ. സുഖമായിട്ട് നമുക്ക് 1 2 മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റില്ലേ? അടുത്ത് നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π x - 22/7. അർത്ഥം നോക്കിയാൽ എക്സിന്റെ അവിടെ കൊണ്ട് എന്തിട്ട് കൊടുക്കുക? π. കണ്ടോ? ഇവിടെ x - 22/7. അപ്പൊ ഞാൻ എക്സിന്റെ അവിടെ കൊണ്ട് π ഇട്ട് കൊടുത്തു. π ബാക്കി എന്നാ ഉണ്ട്? -22/7. π - 22/7. തീർന്നില്ലേ? എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു? π. π - 22/7. അടുത്ത് നോക്കി, ഇവിടെ എക്സ്റ്റെൻസ് ടു -1. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് കൊണ്ട് എന്തിട്ട് കൊടുക്കുക? -1. എന്താ പാട്? എല്ലാവർക്കും അറിയാലോ. നോക്കിയാൽ എക്സിന്റെ സ്ഥാനത്ത് -1 ഇട്ട് കൊടുക്കുമ്പോൾ -1/10. അടുത്ത പ്ലസ് x⁵5 എന്ന് പറയുന്നതാ? -1/5 + 1 ഡിവൈഡഡ് ബൈ -1. ആണോ? എക്സിന്റെ സ്ഥാനത്ത് ഞാൻ -1. എവിടെയൊക്കെയാണോ എക്സ് ഉള്ളത് അവിടെ കൊണ്ട് ആ വാല്യൂ ഇട്ട് കൊടുത്തേ. അത്രേ ഉള്ളൂ. x⁻10 അതായത് -1/10. ഈ -1/10 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? -1ന്റെ പവർ ഈവൻ നമ്പറാ. കേട്ടോ? 10 എന്ന് പറയുന്ന ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആണെങ്കിൽ അത് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും അല്ലെ? -1 എന്നുള്ള എന്താവും? 1 ആവും. പ്ലസ് അടുത്ത് നോക്കിയാൽ -1/5 ആ. 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാ. അപ്പൊ -1/5 എന്നുള്ളത് ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്താവും? -1 ആവും. പിന്നെ എന്നാ ഉണ്ട്? ഒരു +1 ഡിവൈഡഡ് ബൈ -1 എന്ന് കിട്ടും, അത് -2. കണ്ടോ? ഈ 1 + -1 വെട്ടിപ്പോയില്ലേ? കാരണം ഒരെണ്ണം +1 ഒരെണ്ണം എന്നതാ? -1. അത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി 1/-2. അതിന്റെ അർത്ഥം എന്നതാ? 1/-2 എന്നുണ്ട്, അല്ലെങ്കിൽ എന്നതാ? -1/2. ഇതിന്റെ ആൻസർ എത്രയാ?
-1/2. തീർന്നില്ലേ? സംഭവം സിമ്പിൾ അല്ലേ? -1/2. ഈ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ വല്ല ടൈം എടുക്കോ? ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് മക്കളെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ എക്സസൈസ് നോക്കുവാണെങ്കിൽ തന്നെ ആണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് കണ്ടോ, ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക, സംഭവം തീർന്നു. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഡയറക്റ്റ് എന്ത് ചെയ്യുക, ആൻസർ ഇട്ട് കൊടുക്കുക, വാല്യൂ. ഈ 2 ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്തേക്കാം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ചെയ്യാം, വലിയ ടൈം എടുക്കത്തില്ല, അപ്പൊ നമുക്ക് ചെയ്തേക്കാം. മടിയുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ഒരു മടിയില്ല. നമുക്ക് എന്തെങ്കിലും മടുപ്പുണ്ടോ? ഇല്ലല്ലോ. ഈ സംഭവം സിമ്പിൾ ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കുഞ്ഞു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ജസ്റ്റ് ആ ഏതാണോ വാല്യൂ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അകത്തോണ്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. 0 ഇട്ട് കൊടുക്കുക. എക്സിന് സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക? 0. അപ്പൊ AX എന്നാ. അപ്പൊ AX എന്ന് പറഞ്ഞാൽ A into 0. പിന്നെ പ്ലസ് B ഒക്കെ അതേപോലെ തന്നെ. ഡിവൈഡ് ബൈ CX plus 1. C into X ന് സ്ഥാനത്ത് 0 plus 1. CX എന്ന് പറഞ്ഞാൽ C0 എന്ന് എഴുതരുത്, C into 0 മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, A into 0 എന്ന് പറഞ്ഞാൽ 0, 0 plus B ഡിവൈഡഡ് ബൈ C into 0 എന്ന് പറഞ്ഞാൽ 0 plus 1. അപ്പൊ B by 1, 0 plus B, B by 1, B. സംഭവം തീർന്നു. അടുത്ത് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 വാല്യൂ ഇട്ട് കൊടുക്കുക. വാല്യൂ ഇട്ട് കൊടുക്കാൻ എന്നാ പാട്? X ന്. അപ്പൊ എന്ത് വരും? A into X square. അപ്പൊ A into 1 square plus B into X ന് സ്ഥാനത്ത് എത്രയാ? 1 plus C divided by CX square. അപ്പൊ C into X square സ്ഥാനത്ത് 1 square plus B into X ന് സ്ഥാനത്ത് 1 plus A കണ്ടോ? AX square. X ന് സ്ഥാനത്ത് 1 square, BX X ന് സ്ഥാനത്ത് 1 കണ്ടോ? C അതേപോലെ CX square, C into 1 എല്ലാം 1 അല്ലേ? ഇപ്പൊ A into 1 square എത്രയാ? 1 square എന്ന് പറഞ്ഞാൽ 1. ഇപ്പൊ A into 1 A plus B into 1 B plus C divided by ഇവിടെയോ C into 1 square, C into 1 എന്ന് വരും. C into 1 C, B into 1 B, A കണ്ടോ? ഇവിടെ A plus B plus C, ഇവിടെ A plus B plus C, സെയിം സാധനം അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. സംഭവം സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് ആക്കാം. മനസ്സിലായോ? കുറച്ചും കൂടെ. അതായത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് 0 കിട്ടും. പക്ഷെ ചിലപ്പോൾ അതിന്റെ ആൻസർ 0 അല്ലായിരിക്കും. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചെറിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തും. അത് നമുക്ക് ചെയ്യാം. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം എന്നാ അറിയോ, ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പഠിക്കുക, ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ ഒന്ന് ഇതിന്റെ അകത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്നാ സംഭവിക്കും? X tends to 1 എന്നാ. അപ്പൊ സാറേ 1 ഇട്ട് കൊടുത്താൽ പോരെ? 1 ഇട്ട് കൊടുത്താൽ മതിയടാ. നോക്കിയേ, 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ സംഭവിക്കും? X square സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 square minus 1 അല്ലെ? X ന് സ്ഥാനത്ത് ഞാൻ 1 ഇട്ട് കൊടുത്തു, 1 square minus 1. പിന്നെ ഇവിടെ X ന് സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു, 1 minus 1. ഈ 1 square എന്ന് പറഞ്ഞാൽ 1 ആ. 1 minus 1 divided by 1 minus 1. 1 minus 1. അപ്പൊ നോക്കി, 1 minus 1 0 അല്ലേ? 0 ആയാ? 0 by 0. ഈ 0 by 0 0 അല്ല കേട്ടോ, 0 by 0. ഇങ്ങനത്തെ കുറച്ച് ഫോംസ് നമുക്കുണ്ട്. ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനന്റ് ഫോംസ്. എന്നാ പറയുന്നത്? ഈ 0 by 0 ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനന്റ് ഫോംസ്. അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറച്ച് ഫോംസ് ആണ്. അപ്പൊ ഈ ഇൻഡിറ്റർമിനന്റ് ഫോംസ് ഉണ്ട്, അത് കുറച്ചെണ്ണം ഉണ്ട്. ഇപ്പൊ 0 by 0, അല്ലെങ്കിൽ എന്താ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, അങ്ങനത്തെ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇങ്ങനത്തെ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനന്റ് ഫോംസ്. എന്ത് ഫോംസാ? ഇൻഡിറ്റർമിനന്റ് ഫോംസ്. നോക്കിയേ, ഇവിടെ ഇങ്ങനത്തെ കേസുകളിൽ വരുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. ഇപ്പൊ ചെയ്യേണ്ടത് ആൻസർ 0 by 0 0 അല്ല കേട്ടോ. ഇവിടെ 0 by 0 0 അല്ല. ശ്രദ്ധിക്കണം. ഈ X square minus 1 ഉണ്ട്. ഈ 1നെ ഞാൻ 1 square എന്ന് എഴുതി. കുഴപ്പമുണ്ടോ സാറേ? ഇല്ല, കുഴപ്പമില്ല. കാരണം എന്നതാ, 1 എന്ന് പറഞ്ഞാലും 1 square എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? 1 square എന്ന് പറഞ്ഞാൽ 1 square 1, സംഭവം നിസ്സാരം. ഇത് നോക്കി, ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന് A square minus B square. A square minus B square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A plus B into A minus B അല്ലെ? A square minus B square എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A plus B into A minus B. അപ്പൊ നോക്കി, X square minus 1 square എന്ന് പറഞ്ഞാൽ എന്നാ? X square minus 1 കണ്ടോ? A plus B. A plus B എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് ഇവിടെ X ആ. A ഇട്ടിട്ട് അല്ലെങ്കിൽ X ഇട്ടിട്ട് പ്ലസ് ഇട്ടു, B എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് 1 ആ. അപ്പൊ X plus 1 into അടുത്ത A minus B. A minus B എന്ന് പറഞ്ഞാൽ X minus 1. അപ്പൊ X plus 1 into X minus 1. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. A square minus B square നമുക്ക് എങ്ങനെ എഴുതാം? X plus 1 into അല്ലെ X minus 1 divided by ഇനി എന്നതാ, താഴെയും ഒരു X minus 1 കേട്ടോ.
താഴെ ഒരു മാറ്റം വരുന്നില്ല, മേളിൽ ഞാൻ മാറ്റി x+1 × x-1. ഈ x-1ഉം ഈ x-1 ഇവിടെ കട്ട് ചെയ്ത് പോയില്ലേ? അപ്പൊ നമുക്ക് എന്നാ ഉണ്ട് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 കണ്ടോ, x+1 എന്ന് മാത്രമായി. കാരണം എന്നതാ ഈ x-1 കട്ട് ചെയ്ത് പോയില്ലേ? അപ്പൊ ബാക്കി ആരാ? x+1 കണ്ടോ. ഇനി ആ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തേ. എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1+1 വലിയ ഒന്നാണോ അല്ലെ? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു കേട്ടിട്ടില്ല? എന്നാ പറഞ്ഞേക്കുന്നത്? ഒന്നും കൂടെ കൂട്ടിയാൽ വലിയ ഇമ്മിണി വലിയ ഒന്നെന്ന ആവശ്യം. നമുക്ക് ആ ഇമ്മിണി വലിയ ഒന്നല്ല വേണ്ടത്, നമുക്ക് ഇവിടുത്തെ ആണ് വേണ്ടത്. 1+1 എത്രയാണ്? നമുക്ക് ഇച്ചിരി വലിയ 2 അല്ലെ? ബഷീറിന് വലിയ ഒന്നിടാങ്കിൽ നമുക്ക് തന്നെ 2 ഇട്ടാൻ മേലെ ഇടാലോ. മനസ്സിലായല്ലോ? അപ്പം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 x² - 1 x-1 ഫോം വരുവാണെങ്കിൽ 0/0 വരും. പക്ഷെ നമ്മൾ 0/0 എന്ന് എഴുതരുത്, ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. അതിനെ കുറച്ച് ചേഞ്ചസ് വരുത്തി മാറ്റുക. കണ്ടോ, ചേഞ്ചസ് ഒന്ന് മാറ്റിയില്ലേ? x+1 എന്നാക്കി. കണ്ടോ, അതിനെ 2 a² - b² a+b × a - b ആക്കി. നമ്മൾ എന്നിട്ട് ആ x-1ഉം താഴത്തെ x-1 കട്ട് ചെയ്തു. x+1 എന്ന് മാത്രം വരും. 1+1 2. സംഭവം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതുപോലത്തെ തന്നെ ഒരു കിടുക്കാച്ചി ക്വസ്റ്റ്യൻ ഞാൻ തരാം. അതായത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഒരു ചോദിച്ചിട്ടുള്ള എപ്പോഴും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ചെറിയൊരു ഓർമ്മ വെച്ചു. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 കൊടുക്കാം. അതായത് x² - 9 ഡിവൈഡഡ് ബൈ x-3. ഇങ്ങനെ ഞാൻ കൊടുത്തു. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 3 ഇട്ട് കൊടുത്തേ. 3 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 3² - 9 ഡിവൈഡഡ് ബൈ 3 - 3. എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു. 3² - 9 ഡിവൈഡഡ് ബൈ 3 - 3. 3² എന്ന് പറഞ്ഞാൽ എത്രയാ? 9. 9 - 9 ഡിവൈഡഡ് ബൈ 3 - 3. ഈ 9 - 9 എന്ന് പറഞ്ഞാൽ 0 ആണ്. 3 - 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/0 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അവിടെ ഇൻഡിറ്റർമിനന്റ് ഫോം വന്നു. അപ്പൊ നമ്മൾ എന്തിനെ ചേഞ്ച് ചെയ്യും? ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കും? x² അതേപോലെ തന്നെ 9 ചെറിയൊരു ചേഞ്ച്. 9 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയറാ? താഴെ സംഭവം കിടപ്പുണ്ട്. അറിയാത്തവനാണെങ്കിൽ മേളിലെ നോക്കേണ്ട ആവശ്യമില്ല, താഴത്തെ നോക്കിയാൽ മതി. കണ്ടോ, 9 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയറാ? 3². 9 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയറാ? 3² ഡിവൈഡഡ് ബൈ x-3. കണ്ടോ, 3². ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ a² - b² നമ്മൾ എന്താക്കിയത്? a² - b² a+b × a - b ആക്കിയില്ലേ? a+b എന്ന് പറഞ്ഞാൽ എന്ത് വരും? x+3. a - b എന്ന് പറഞ്ഞാൽ എന്ത് വരും? x-3 ഡിവൈഡഡ് ബൈ x-3. കണ്ടോ, a+b എന്ന് പറഞ്ഞാൽ x+3, a - b എന്ന് പറഞ്ഞാൽ x-3 ഡിവൈഡഡ് ബൈ x-3. ഈ x-3യും ഈ x-3യും കൂടെ പോയില്ലേ? ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 x+3 എന്ന് മാത്രമേ ഉള്ളൂ. എക്സിനെ കൊണ്ട് 3 ഇട്ട് കൊടുത്തേ. എത്ര വരും? 3+3 ഹൗ മച്ച്? 6. സംഭവം തീർന്നില്ലേ? ഇത്രയും നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി ഒരു ഇതുപോലത്തെ ഒരു ക്യൂബിക്കിന്റെ സംഭവം, ക്യൂബിക്ക് വന്നാലും എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, സംഭവം നിസ്സാരമല്ല മക്കളെ, ഇപ്പം വലിയ പാടൊന്നുമില്ലല്ലോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. നോക്കിയേ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം +2 ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറെ വട്ടം ചോദിച്ചാൽ. മാത്സിന്റെ ആണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിയും കൂടുതൽ ചോദിച്ചതാ ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, ആ ക്വസ്റ്റ്യനോട് ഞാൻ ഇവിടെ എടുത്തിട്ടേക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2x³ - 4x² + 4x ഡിവൈഡഡ് ബൈ x² - 4. ഓക്കെ, ഇങ്ങനെ ഇത്തിരി വലുതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ആദ്യമേ ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. ആദ്യമേ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്, തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. 2 ഇട്ട് കൊടുത്തേ. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x³ അതിനർത്ഥം 2³ - 4 × x². x² എന്ന് പറഞ്ഞാൽ 2² + 4 × x ന്റെ സ്ഥാനത്ത് എത്രയാ? 2 ഡിവൈഡഡ് ബൈ x² - 4. അതായത് 2² - 4. നോക്കിയേ, 2³ വാല്യൂ 8. അടുത്ത എത്ര വരും? 4 × 2² എന്ന് പറഞ്ഞാൽ 4. ഇവിടെ എത്രയാ? 4 × 2 8. നോക്കിയേ, ഡിവൈഡഡ് ബൈ 2². 2² എന്ന് പറഞ്ഞാൽ 4. 4 - 4. കണ്ടോ, ഈ 2² എന്ന് പറഞ്ഞാൽ 4. നോക്കി, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. 8 8 കൂട്ടിയാൽ 16 മൈനസ് ഈ 4 × 4 എത്രയാ? 16 ഡിവൈഡഡ് ബൈ 4 - 4. നോക്കിയേ, മുകളിലും താഴെയും സെയിം. 0/0 എത്രയാ? 16 ന്ന് 16 പോയാലും 0, 4 ൽ 4 പോയാലും 0, 0/0. പക്ഷെ നമ്മൾ ഇവിടെ പരിപാടി നിർത്താൻ പറ്റുമോ? ഇല്ല. 0/0 വന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. എന്താ ചെയ്യാൻ പോകുന്നേ? ശ്രദ്ധിച്ചോ. നോക്കിയേ മക്കളെ, ഈ സെയിം സാധനം ഞാൻ എടുക്കാം ഇങ്ങോട്ട്. ഒന്നുകൂടെ ചേഞ്ച് വരുത്താൻ പോവാ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് ഒരു സാധനം ഉണ്ട്. എന്നതാ? x³ x² x. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് തന്നെ ഉണ്ട്. ഒരു x ഉണ്ട് സാറേ. ഒരു x കോമൺ എടുത്തു. ഇവിടെ x³ 3 വേണ്ടത്. പക്ഷെ ഇവിടെ ഒരെണ്ണം ഒളിയാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര എണ്ണം കൂടെ ഉണ്ട്? 2. x1 × x2 എത്രയാ? x². x³ ആയില്ലേ? അപ്പൊ 3 എണ്ണത്തിൽ ഞാൻ ഒരെണ്ണം വെളിയിലെടുത്തു. ബാക്കി 2 എണ്ണം കൂടെ മൈനസ്. ഇവിടെ നോക്കിയേ, 4x² അതിൽ ഒരു x ഞാൻ ഓൾറെഡി വെളിയിൽ എടുത്തിട്ടുണ്ടാ.
അപ്പൊ ബാക്കി എന്നാ ഉണ്ട്? ഒരു 4 ഉണ്ട്, ഒരു മൈനസ് കൊണ്ട് ഒരു എക്സും ഉണ്ട്. കണ്ടോ? ഇവിടെ ഒരു എക്സ്, അകത്ത് ഒരു എക്സ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. കണ്ടോ? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്. പിന്നെ 4x അതിൽ എക്സ് ഞാൻ ഓൾറെഡി വെളിയിലുണ്ട്. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഈ എക്സ് സ്ക്വയർ മൈനസ് 4 എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച എക്സ് സ്ക്വയർ മൈനസ് 4 നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ, അല്ലെ? എഴുതാമല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ. നോക്കിയേ, ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാ. നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2. ഒരു കാര്യം ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ ചെറുതായിട്ടൊരു കാര്യം മനസ്സിലാക്കാറുണ്ട്. ചില കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണ്. ഇത് എന്താ സംഭവം? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഒരു ഇക്വേഷനാണ്. അതായത് ഈ എക്സ് സ്ക്വയറിനെ ഞാൻ എക്സിന്റെ സ്ക്വയർ ആക്കി എഴുതി. കുഴപ്പമുണ്ടല്ലോ? ഇല്ല ഇല്ല, കുഴപ്പമില്ലല്ലോ. മൈനസ് 2ab മൈനസ് 2ab 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് ഞാൻ 2 കൊടുത്തു, പ്ലസ് അടുത്ത് ഇത് 4 ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ആദ്യം എക്സ് സ്ക്വയർ ആയിരുന്നു, അതിനെ എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതി. 4x-നെ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു എക്സ് 4x, ഒരു മൈനസ് 1 മൈനസ് പ്ലസ് 2 സ്ക്വയർ, 4-നെ 2 സ്ക്വയർ. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോർമുല അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിനാ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഏതാ? എക്സ് മൈനസ് ബി ഏതാ? ബി എന്ന് പറഞ്ഞാൽ 4 അല്ല, ഏതിന്റെ സ്ക്വയർ ആ? ബി സ്ക്വയർ എന്നല്ലേ? അപ്പൊ 2. എക്സ് മൈനസ് 2ന്റെ സ്ക്വയർ. സംഭവം തീർന്നില്ലേ? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4-നെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. സംഭവം മനസ്സിലായോ? ഇല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോണം, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, നോക്കി, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. സംഭവം ക്ലിക്ക് ആയല്ലോ. ഈ എക്സ് ഉണ്ട് ഓൾറെഡി അല്ലെ? എക്സിനെ ഞാൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അകത്തെ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഞാൻ ഇപ്പൊ എങ്ങനെ എഴുതാൻ പോവാ? ഈ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എഴുതും. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെയോ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? സാറ് കുറച്ചു മുമ്പ് 2 ക്വസ്റ്റ്യൻ ചെയ്താണല്ലോ, അവിടെ എല്ലാം ഇത് തന്നെയായിരുന്നല്ലോ. എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 2. കണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സംഭവം ഓക്കെ ആയില്ലേ? ഇവിടെ നോക്കിയാൽ 2 വട്ടം എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, ഇവിടെ താഴെ 1 വട്ടം. അപ്പൊ ഞാൻ ഈ ഒരു ഇതും കൂടെ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ഇവിടെ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 വട്ടമായ എക്സ് മൈനസ് 2, ഇവിടെ താഴെ 1 വട്ടം. അപ്പൊ ആ ഒരെണ്ണം 2 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആരുണ്ട്? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി ഞാൻ നേരെ ലിമിറ്റ് ഇടാൻ പോവാ. 2 എക്സിന്റെ സ്ഥാനത്ത് 2, എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തപ്പോൾ 2. ഇവിടെയോ എക്സ് മൈനസ് 2 എന്നാ, അവിടെ എത്ര തന്നെയാ? 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ താഴെയോ 2 പ്ലസ് 2. കണ്ടോ? 2 പ്ലസ് 2. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? 2 പ്ലസ് 2. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2, ഇവിടെ 2 മൈനസ് 2. പക്ഷെ 2 മൈനസ് 2 ഇവിടെ എത്രയാ? 0 എന്ന് കിട്ടും. 2 ഇൻറ്റു 0 എത്രയാ? 0. 0 ബൈ 4. എത്രയാ ആൻസർ? ഇതിന്റെ ആൻസർ 0 ആണ്. 0 ബൈ 0 ആണോ? അല്ല, ആൻസർ എത്രയാ? 0. മനസ്സിലായോ അതെങ്ങനെയാ വന്നേന്ന്? ഇത്രയും ചേഞ്ചസ് വരുത്തി, പക്ഷെ അവസാനം എത്രയാ? ആൻസർ 0. വലിയ കാര്യമായി പോയി അല്ലെ? ഇത്രയും ചെയ്തിട്ട് നമുക്ക് ആൻസർ എത്ര തന്നെ കിട്ടിയത്? 0. മാർക്ക് അങ്ങനെ കിട്ടിയാൽ പണി മാറത്തില്ലേ? ഒരിക്കലും അങ്ങനെ മേടിക്കില്ല കേട്ടോ. സംഭവം സിമ്പിൾ ആയില്ലേ മക്കളെ? ഈ സ്റ്റെപ്പ് ചെയ്യുക, ആദ്യമേ തന്നെ 0 ബൈ 0 ആക്കരുത്. കോമൺ എടുക്കുക. കോമൺ എടുത്തു കഴിഞ്ഞിട്ട് മനസ്സിലായല്ലോ, അതിനെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആക്കി താഴത്തെയും മേളത്തെ ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. മേളിൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2, താഴെ എക്സ് പ്ലസ് 2 ഇട്ട് കൊടുത്തു. സബാഷ്. മനസ്സിലായല്ലോ? നമുക്ക് വേറെ ടൈപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ആണ്. നോട്ട്ബുക്കിലോട്ട് ഈ ഫോർമുല എഴുതിയെടുക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ശ്രദ്ധിച്ചേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഫോം. ഈ ഫോം പറഞ്ഞു. ഏത് ഫോമാ? എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. അതായത് ഇവിടെ എക്സും ഇവിടെ മൈനസ് എ. അപ്പൊ അതേതാണ് തന്നെ താഴെയും പറഞ്ഞു, എക്സ് മൈനസ് എ. പവർ സെയിം ആയിരിക്കും. ഇവിടെ 5 എന്നാണ്, ഇവിടെയും 5 എന്നാണ്. അങ്ങനെ വരുവാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാ? n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. എന്താ അതിന്റെ ആൻസർ? n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. അവിടെ എക്സിന്റെ സാധനങ്ങൾ വല്ലതും വരുന്നുണ്ടോ? എക്സിന്റെ സാധനമേ ഇല്ല. ബാക്കി എന്നും എയും വെച്ചിട്ടുള്ള കളികളാണ്. n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ നോക്കിയേ, ഫോർമുല ഓർത്ത് വെക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നാണെങ്കിൽ n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ നോക്കിയേ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വേറൊരു മെത്തേഡ് പറഞ്ഞു തന്നായിരുന്നു. ആ മെത്തേഡിലാണെങ്കിലും ചെയ്യാം. ഇതിനെ ഞാൻ ഈ മെത്തേഡിൽ എങ്ങനെ ആക്കാമെന്നോ നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 തന്നെ വരണം കേട്ടോ. പവർ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ പവർ 2 ആണ്, ഇവിടെയും 2 തന്നെ ആക്കണേ. ശ്രദ്ധിച്ചേ, ഇപ്പൊ എന്ത് വരും? ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതും. 4-നെ താഴത്തെ ടേംസിലാക്കണം, 2ന്റെ ടേംസിൽ. അപ്പൊ 2 സ്ക്വയർ എന്ന് എഴുതാലോ. താഴെ അതേപോലെ തന്നെ കേട്ടോ. 4-നെ ഞാൻ എന്ത് എഴുതി? 2 സ്ക്വയർ. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേക്കണേ, ശ്രദ്ധിച്ചോ, നന്നായിട്ട് ശ്രദ്ധിച്ചേ.
ഇവിടെ ശ്രദ്ധിച്ച് എക്സ് മൈനസ് എ കണ്ടോ, എക്സ് മൈനസ് എയുടെ സ്ഥാനത്ത് 2 കണ്ടോ. മുകളിൽ പവർ സെയിം അല്ലേ? എന്തായിരുന്നു ഫോർമുല? n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പവർ. ഇവിടെ മുകളിലുള്ള പവർ എത്രയാ? മുകളിലുള്ള പവർ 2. അപ്പൊ n ഇൻറ്റു സ്ഥാനത്ത് 2 ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. എ എന്ന് പറഞ്ഞാൽ ആരാ? ഈ രണ്ടാമത് കിടക്കുന്നത്, അതും 2 തന്നെയാ. 2 റൈസ് ടു n മൈനസ് 1. എന്നിന്റെ സ്ഥാനത്ത് എത്ര തന്നെയാ? 2. 2 റൈസ് ടു 2 മൈനസ് 1. അപ്പൊ എത്ര വരും? 2 ഇൻറ്റു 2 റൈസ് ടു 2 മൈനസ് 1. 2 റൈസ് ടു 1 അല്ലെ? 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. 2 ഇൻറ്റു 2 എത്രയാ? 4. അപ്പൊ സംഭവം ക്ലിക്ക് ആയ. ഇത് മറ്റേ രീതിയിലും ചെയ്യാവേ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. ഇങ്ങനെയാന്ന് വെച്ചോ, എക്സ് സ്ക്വയർ മൈനസ് 16. അപ്പൊ ഈ എക്സ് സ്ക്വയർ മൈനസ് 16 ഞാൻ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? ഇവിടെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ സംതിങ് സ്ക്വയർ വരണം. എത്ര വരും? എക്സ് സ്ക്വയർ മൈനസ് താഴെ 6 ആ, താഴെ 4 മേളിൽ 6. അപ്പൊ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. കണ്ടോ, താഴെ ഏതാണോ നമ്പർ അത് തന്നെ മേളിൽ കൊണ്ടു. എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. കണ്ടോ, 4 സ്ക്വയർ വന്നില്ലേ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇവിടെയും 2 ഇവിടെയും 2. അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. ഇവിടെ n ഇവിടെ n ആണെങ്കിൽ അതേ സ്ഥാനം തന്നെ. ഇവിടെ a ആണെങ്കിൽ ഇവിടെ a. അപ്പൊ നോക്കിയേ എന്നാ ഇക്വേഷൻ? n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. എന്താ ഇക്വേഷൻ? n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. n എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പവർ എത്രയാ? n എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പവർ 2 ഇൻറ്റു a. എന്ന് പറഞ്ഞാൽ എന്നാ? എന്നിന്റെ താഴെ ഉള്ളത്, ആ പവറിന്റെ താഴെ ഉള്ളത്. പവറിന്റെ താഴെ എത്രയാ? 4 അല്ലേ? അപ്പം n ഇൻറ്റു 4 റൈസ് ടു n മൈനസ് 1. എന്നിന്റെ വാല്യൂ എത്രയാ? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പവർ 2 മൈനസ് 1. എത്ര കിട്ടും? 2 ഇൻറ്റു 4 റൈസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 2 ഇൻറ്റു 4 എത്രയാ? 8. എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇത് ഒരു മെത്തേഡും അല്ലെങ്കിൽ മറ്റേ മെത്തേഡ്. മറ്റേ മെത്തേഡ് ഏതായിരുന്നു? എക്സ് പ്ലസ് 4 എക്സ് സ്ക്വയർ മൈനസ് 16 നമ്മൾ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതും. താഴെ എക്സ് മൈനസ് 4 ഉണ്ട്, അതിനോട് കട്ട് ചെയ്യും, എന്നിട്ട് എക്സിന് 4 ഇട്ട് കൊടുക്കും അല്ലെ? എക്സ് ടെൻസ് ടു 2 അല്ല, എക്സ് ടെൻസ് ടു 4 ആണേ. സോറി എക്സ് ടെൻസ് ടു 4 ആണേ. കാരണം ഏതാണോ ഏ തന്നെയാണ് ഇവിടെയും വരണ്ടേ. കണ്ടോ, ലിമിറ്റ് വന്നിരിക്കുന്ന ഏതാണോ അത് തന്നെ വരണം. ഇവിടെ 4 അല്ലേ? അപ്പൊ ഇവിടെ എത്ര തന്നെ വരണം? 4. കണ്ടോ, ഇവിടെ 2 ആയിരുന്നു, അപ്പൊ ഇവിടെ എത്ര തന്നെയായിരുന്നു? 2. അതേ തന്നെ പറഞ്ഞേ. അപ്പൊ 4 പ്ലസ് 4 എത്രയായി? 4 പ്ലസ് 4 8. അങ്ങനെ വരണം. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഏതാണോ നമ്പർ, കണ്ടോ, ഇവിടെ ഏതാണോ നമ്പർ അത് തന്നെ ഇവിടെ വന്നു. ലിമിറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അത് തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നുണ്ട്, എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ശ്രദ്ധിച്ചേക്കണം. നോക്കിയേ, ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ? ഈ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ചെയ്ത് പഠിക്കണം കേട്ടോ മക്കളെ. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇത് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഇത് തന്നെയാണെന്ന്. ഓക്കെ, അത് തന്നെയാണ്. നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 5 മൈനസ് 1. ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഏതാണോ ഉള്ളത് അത് തന്നെ പറഞ്ഞു. ഈ ഫോമിൽ ഔട്ട് ആക്കാൻ പോവാം. കണ്ടോ, എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നാ. ഇവിടെ ഏതാണോ ഉള്ളത് അത് തന്നെ ഇവിടെയും പറഞ്ഞു. ഇവിടെ 1 പ്ലസ് എക്സ് ആ. അപ്പൊ ഞാനും താഴെ എന്തോ, എനിക്ക് പിന്നെ അല്ലാതെ വേറെ വഴിയില്ല മക്കളെ, വേറെ വഴിയില്ല. അപ്പൊ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 5 മൈനസ് 1. ഈ 1നെ, കാരണം ഇവിടെ n 5 ആണ്, ഇവിടെ n ന്റെ സ്ഥാനത്ത് 5, അപ്പൊ ഇവിടെയും 5 തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ 1നെ 1 റൈസ് ടു 5 എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിച്ചേ, ഇവിടെ എക്സ് എന്ന് പോരാ, എനിക്ക് എന്ത് വേണം? 1 പ്ലസ് എക്സ് വേണം. അപ്പൊ ഞാൻ ഈ എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്താ പോരെ? 1 പ്ലസ് എക്സ് എന്നാക്കി. ചുമ്മാ എനിക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു -1 കുറച്ചു, സംബന്ധം തീർന്നില്ലേ? ഇവിടെ എന്നാ ചെയ്തത്? ഇവിടെ മുകളിൽ ഏതാണോ പവർ വരുന്നത് അത് തന്നെ ഇപ്പുറത്തും വരണം. അതിന് 1 ആയതുകൊണ്ട് 1 പവർ 5, 1 പവർ 100, 1 പവർ 1000, 1 പവർ 1,00,000 എല്ലാം 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 5. കണ്ടോ, ഈ 1 ഞാൻ എങ്ങനെ എഴുതി? 1 റൈസ് ടു 5 എന്നാക്കി. ഇനി ഇവിടെ 1 പ്ലസ് എക്സ് ആയതുകൊണ്ട് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിനകത്തോട്ട് എന്താ ആഡ് ചെയ്തു? ഒരു +1 ആഡ് ചെയ്തു. ചുമ്മാ എനിക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, -1 കൊടുത്തു. കണ്ടോ, ഇപ്പൊ സംഭവം സെയിം ആയില്ലേ? മുകളിലത്തെ പോലെ തന്നെ ആയില്ലേ? കണ്ടോ, എക്സ് റൈസ് ടു n 1 പ്ലസ് എക്സ് റൈസ് ടു 5 മൈനസ് എയുടെ സ്ഥാനത്ത് 1 എക്സ് മൈനസ് എ. ഇപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്തായി? എക്സിന്റെ സ്ഥാനത്ത് 1 പ്ലസ് എക്സ്, എയുടെ സ്ഥാനത്ത് എന്തായി? 1. കണ്ടോ, എന്നിന്റെ സ്ഥാനത്തോ? എന്നിന്റെ സ്ഥാനത്ത് 5. ഇപ്പൊ എന്തോ ഒരു ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. n എത്രയാ? n എന്ന് പറഞ്ഞാൽ പവർ എത്രയാ? 5 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എത്രയാ? എയുടെ സ്ഥാനത്ത് 1. ഇപ്പൊ 1 റൈസ് ടു n മൈനസ് 1. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1. കണ്ടോ, n മൈനസ് 1. അതല്ല ഇക്വേഷൻ. n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. 5 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 റൈസ് ടു 5 മൈനസ് 1. ഇപ്പൊ എത്ര കിട്ടും? 5 ഇൻറ്റു 1 റൈസ് ടു 4 എന്ന് കിട്ടും. 1 റൈസ് ടു 4 എത്രയാ മക്കളെ? 1 റൈസ് ടു എനിത്തിങ്.
1 റൈസ് ടു റോഷൻ ഏതാ, അല്ലെങ്കിൽ 1 റൈസ് ടു നിങ്ങളുടെ പേര്, 1 റൈസ് ടു നമ്മുടെ മോഡി, അപ്പൊ എല്ലാം എന്ത് തന്നെയാ 1 തന്നെയാ. അപ്പൊ എത്രയാ 1, 5 into 1 5 അല്ലേ. ഇത്ര ഉള്ളൂ, നിസ്സാരമല്ലേ. ഈ ക്വസ്റ്റിനെ ചെയ്യാൻ പഠിച്ചാലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള വേറൊരു ക്വസ്റ്റിനോടെ ചെയ്യാം കേട്ടോ. സംഭവം സിമ്പിൾ ആയേ, ഇതെല്ലാം പഠിച്ചേക്കണേ. വേറൊരു ക്വസ്റ്റിനോടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റിനോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ എന്താ പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വർഷം കൂടെ ഞാൻ പറയാം. വർഷം എന്ന് പറയുന്നത് മാർച്ച് 2017. മാർച്ച് 2017. നിങ്ങളിപ്പോ എത്രയില്ല? നിങ്ങളിപ്പോ +1 ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ √1 + x -1 divided by x. നോക്കിയേ √1 + x -1 divided by x. ഇപ്പൊ നോക്കിയേ ഈ 1 + x എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് അവിടെ ഒരു പവർ ഉണ്ടാക്കണമല്ലോ. ആ പവർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ 1/2 അല്ലേ വിളിക്കുന്നേ? പവറിന്റെ അകത്ത് റൂട്ട് വന്നാൽ അതിന്റെ അർത്ഥം എന്നതാ 1/2. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതും ഞാൻ? ലിമിറ്റ് x → 0 1 + x ആണ്, അതിന്റെ റൂട്ടാണ്. റൂട്ടിന് വരെ ഞാൻ എന്ത് കൊടുത്തു? 1/2 എന്ന് കൊടുത്തു. പവർ 1/2 -1. എനിക്ക് 1 എന്നും പറഞ്ഞ് ചുമ്മാ ഇടാൻ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു 1 പവർ മോഡി വരെ 1 1 പവർ സച്ചിൻ വരെ 1 അപ്പൊ 1 പവർ നമുക്ക് 1/2 എന്ന് കൊടുക്കാമല്ലോ. 1 പവർ 1/2. കാരണം 1 പവർ 1/2 എത്ര തന്നെയാ? 1 ഇത് നോക്കിയേ താഴെ x എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ചുമ്മാ അങ്ങനെ x കിടക്കരുത്, മുകളിൽ ഏതാണോ അത് തന്നെ താഴെ കൊണ്ടുവരുക. ഇപ്പൊ x എന്നായിരുന്നു, ഞാൻ അതിന്റെ കൂടെ ഒരു 1+ കൂട്ടി. ചുമ്മാ അങ്ങനെ 1+ കൂട്ടാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, +1 കൂട്ടി -1 കുറച്ചു. കണ്ടല്ലോ, സെയിം ആയില്ലേ? ഇപ്പൊ മേലത്തെ അതേ ഫോം ആയില്ലേ? നമ്മുടെ x raised to n - a raised to n divided by x - a ആ ഫോം ആയല്ലോ. എക്സിന്റെ സ്ഥാനത്ത് ഏതാ ഇവിടെ? 1 + x. എയുടെ സ്ഥാനത്ത് വീണ്ടും 1. n എത്രയാ? 1/2. ഇപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ? n × a raised to n - 1. ഈ ഫോം ആയില്ലേ? അപ്പൊ നോക്കിയേ ഇതിന്റെ ആൻസർ എന്താ? n × n സ്ഥാനത്ത് പവർ എത്രയാ? 1/2 × a. യുടെ വാല്യൂ എത്രയാ? a എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ഈ വാല്യൂ, എന്നിന്റെ താഴെ ഉള്ളത് 1 raised to n - 1. raised to n - 1 എന്ന് പറഞ്ഞാൽ n ന്റെ സ്ഥാനത്ത് 1/2 അല്ലേ? n ന്റെ സ്ഥാനത്ത് 1/2 അല്ലേ? -1. ഈ 1/2 × 1 raised to ഞാൻ പറഞ്ഞു എന്റെ പൊന്നോ ഇത് എത്രോട്ടായി പറയുന്നത്? 1 raised to എന്ത് എഴുതിയാലും 1 തന്നെയാ. 1/2 × 1 എത്രയാ? 1/2. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? ഫൈനൽ ആൻസർ 1/2. സംഭവം മനസ്സിലായോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ലിമിറ്റ് x → a x raised to n - a raised to n divided by x - a ഫോം ആണെങ്കിൽ ഫൈനൽ ആൻസർ n × a raised to n - 1. ഓക്കെ മക്കളെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നേരത്തെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. വർഷം കൂടെ പറയാം. ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ചിട്ടുള്ള 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിമിറ്റ് x → 2 x raised to n - 2 raised to n divided by x - 2 is equal to 80. ഈ ഒരു ഫോം കണ്ടിട്ടുണ്ടല്ലോ, കുറച്ചു മുമ്പ് നമ്മൾ എഴുതിയതാ. ലിമിറ്റ് x → a x raised to n - a raised to n divided by x - a. ഈ ഫോമാ അല്ലേ? അതേ ഫോം തന്നെയല്ലേ? x raised to n 2 raised to n യുടെ സ്ഥാനത്ത് 2. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരുന്നു? n × a raised to n - 1. ഇവിടെ n ന്റെ സ്ഥാനത്ത് എത്രയാ? n തന്നെ. കാരണം നമുക്ക് n കണ്ടുപിടിക്കേണ്ടത്. n × a. a എന്ന് പറഞ്ഞാൽ ഈ n ന്റെ താഴെ ഉള്ളത്. n ന്റെ താഴെ ആരാ? 2. 2 raised to n - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 80. ഇതല്ലേ നമ്മുടെ ലിമിറ്റ്. ആ ലിമിറ്റ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 80. പക്ഷെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നമുണ്ട്. എന്നാന്നറിയോ മക്കളെ? ഇത് സോൾവ് ചെയ്യാനായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉള്ളൂ പറ്റത്തുള്ളൂ. കാരണം എന്നിന് ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കണം. ഇപ്പൊ എന്നിന് 1 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? n = 1 നമ്മൾ എന്ത് കിട്ടും? 1 × 2 raised to 1 - 1 എന്ന് വരും അല്ലെ? എന്നിന്റെ സ്ഥാനത്ത് 1 1 1 - 1 എത്ര കിട്ടും? 1 × 2 raised to 0 എന്ന് വരും. 2 raised to 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 × 1 1. ഇപ്പൊ ഈ 1 അല്ല 2 അല്ല, അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് വന്നപ്പോൾ 5 ഇട്ട് കൊടുത്തേ. n = എത്ര ഇട്ട് കൊടുത്തു? 5. ആ ചെറിയ നമ്പേഴ്സ് ഇട്ടുള്ളൂ ചോദിക്കത്തുള്ളൂ കേട്ടോ. 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 5 × 2 raised to n - 1 അതായത് 5 - 1 ചെയ്തേ എത്ര കിട്ടും? 80 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ 5 × 2 raised to 4 എന്ന് കിട്ടും അല്ലെ? 5 - 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 5 × 2 raised to 4 16 16 × 5 ഭാഗ്യവശാൽ നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. അപ്പൊ അതിന്റെ ആൻസർ എത്രയാ? n = 5. ഇത് ഏത് മെത്തേഡ് വെച്ചാണ് ചെയ്തത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്ത് മെത്തേഡാ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഫിസിക്സിലും മാത്സിലും ചെയ്യുന്ന ഒരു മെത്തേഡ് ആണിത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ മക്കളെ, അങ്ങനെ ഞാൻ ഒരു സ്ഥലം വരെ പോയപ്പോഴാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടത്. ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്ത അത് ഫോർമുല തന്നെ, പക്ഷെ 2 വട്ടം യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എത്ര വട്ടം യൂസ് ചെയ്യേണ്ട? 1 വട്ടാണോ? അല്ല, ഒന്നല്ല, ഡബിളാ. നോക്കിയേ ഇവിടെ നോക്കിയേ z raised to 1/3 - 1. അപ്പൊ ഞാൻ ഈ z raised to 1/3 - 1 അല്ലെ? z x → 1 എന്ന് മാത്രമല്ല കേട്ടോ, z → ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ z raised to 1/3 - 1നെ ഞാൻ 1 raised to 1/3 എന്ന് എഴുതി. കാരണം എന്താ? 1 raised to anything 1.
പിന്നെ നമ്മൾ നേരത്തെ പറയുന്നത് എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ എന്നാണെങ്കിൽ താഴെ എന്ത് വരണം? എക്സ് മൈനസ് എ വരണം. താഴെ എന്ത് വരണം? എക്സ് മൈനസ് എ. ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഇവിടെ എന്ത് വരണം? എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഇസഡ് ഇസഡ് മൈനസ് 1 വരണം. കുഴപ്പമില്ല, ഞാനൊരു 1 ഇസഡ് മൈനസ് 1 ഇട്ട് കൊടുത്തു. എനിക്ക് അങ്ങനെ ചുമ്മാ ഇടാൻ മേല, കാരണം ഇവിടെ ഇസഡ് മൈനസ് 1 കൂടെ ഞാൻ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തു. കാരണം വെറുതെ എനിക്ക് ഇടാൻ പറ്റാത്തോണ്ടാണേ, ഞാൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തത്. അതിനനുസരിച്ച് ഇവിടെ ഇട്ട് കൊടുത്തോണ്ട് ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഇട്ടു. ഇനി താഴെ ആരെ ഡിനോമിനേറ്ററിൽ 1/6 മൈനസ് 1 അവിടെയും 1. അപ്പൊ എനിക്ക് 1 കാണുമ്പോൾ ഇപ്പുറത്തുള്ള ആ സാധനം എടുത്തിടാൻ തോന്നുന്നു. അപ്പൊ 1/1/6 ഇവിടെയും അതേപോലെ തന്നെ. അപ്പൊ ഞാൻ താഴെ ഇവിടെയും എന്ത് കൊടുത്തു? Z - 1. അങ്ങനെ എനിക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ Z - 1 കൊടുത്താൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ക്യാൻസൽ ആക്കണം. ചുമ്മാ ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, ക്യാൻസൽ ആവണം. കണ്ടോ? ഈ Z - 1 Z - 1 വെട്ടിപ്പോവാം, ഈ Z - 1 Z - 1 വെട്ടിപ്പോവാം. പക്ഷെ അങ്ങനത്തെ നമ്മൾ പൊട്ടത്തരം കാണിക്കത്തില്ല, കാരണം അന്നേ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അല്ലെ? അപ്പൊ ഇത് നോക്കിയേ, ഇത് ഇപ്പൊ സംഭവം ക്ലിക്ക് ആയോ? ഇത് അതേപോലെ തന്നെ ഇതും മനസ്സിലായല്ലോ. ഈ ഫോം ആയില്ലേ? എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ആ ഫോം ആയേ. അപ്പൊ ഈ Z - 1 രണ്ടിടത്തുണ്ടല്ലോ, അതങ്ങോട്ട് വെട്ടിക്കളയാലോ. ഈ Z - അല്ല, ഇത് രണ്ടും കൂടെ വെട്ടിക്കളയാം. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? നോക്കിയേ. അപ്പൊ ഇതിനകത്ത് ബാക്കി എങ്ങനെ ചെയ്യും? ഇവിടെ ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്തേ. ഇവിടെ എ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. അപ്പോഴാണ് നമ്മുടെ ഫോർമുല ഓർമ്മ വന്നത്. എന്ത്? n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ്. എന്നിന്റെ സ്ഥാനത്ത് ഏതാ? n എന്ന് പറഞ്ഞാൽ മേളിലുള്ള പവർ എത്രയാ? 1/3. 1/3 റൈസ് 1/3 ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. എന്ന് പറഞ്ഞാൽ 1 റൈസ് ടു 1/3 മൈനസ് 1. അതേപോലെ ഇനി താഴെ ഞാൻ അപ്ലൈ ചെയ്യുക. ഇവിടെ അല്ലേ എക്സ്ട്രാ n ഇൻറ്റു എന്നല്ലേ? n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. എന്നിന്റെ സ്ഥാനത്ത് പവർ 1/6 ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ 1 റൈസ് ടു 1/6 മൈനസ് 1. n മൈനസ് 1 അല്ലേ? ഇനി നോക്കി 1 റൈസ് ടു എനിത്തിങ് 1 അല്ലേ? അപ്പൊ 1/3 ഇൻറ്റു 1 റൈസ് ടു സംതിങ് 1. ഇവിടെയോ 1/6 ഇൻറ്റു 1 റൈസ് ടു സംതിങ്, അതും 1. ഈ 1 ഉം 1 കൂടെ വെട്ടിപ്പോയേ. ബാക്കി എന്നാണ്ട് 1/3 ഡിവൈഡ് ബൈ 1/6. ഈ 6 നേരെ മേളിൽ പോകും. താഴെ ആരുണ്ട്? 3. 6/3 2. തീർന്നായി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിച്ചേക്കണം കേട്ടോ. നോക്കിയോക്കളെ, നമ്മൾ അടുത്തായിട്ട് ഓർത്തിരിക്കേണ്ട 2 ഫോർമുല ആണ്. ഈ 2 ഫോർമുല വെച്ചിട്ടും ഞാൻ ഉറപ്പായി എഴുതി വേണേ തരാം നിങ്ങൾക്ക്. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായി ചോദിച്ചിരിക്കും. അപ്പൊ ഈ 2 ഫോർമുല മാത്രം അറിഞ്ഞാൽ പോരാ, അതെങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് കൂടെ അറിയണം. മനസ്സിലായല്ലോ? നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ശ്രദ്ധിക്കണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്തേ ആവാവുള്ളൂ? 0 ഉള്ള ആവുള്ളൂ. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. സൈൻ എക്സ് ബൈ എക്സ് എന്നാണെങ്കിൽ 1. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഇത് പോസിബിൾ അല്ല കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മുട്ടയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മുട്ട എന്ന് പറഞ്ഞാൽ 0 സൈൻ എക്സ് ബൈ എക്സ് 1. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്, അതും 1. പക്ഷെ അപ്പൊ കോസിന് പറ്റത്തില്ല. ആർക്കൊക്കെ പറ്റത്തുള്ളൂ? സൈനും ടാനും മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം സൈൻ എക്സ് ബൈ എക്സ് 1 tan x by x 1 when limit extends to 0. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by x ഉം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x by x എത്രയാണ്? 1 ആണ്. cos x by x 1 ആണോ? അല്ല. ഈ x എന്ന് പറഞ്ഞാൽ x മാത്രമല്ല അവിടെ വരാൻ പറ്റുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് വേറെ വല്ലതും കൊടുക്കാം. സൈൻ ഓഫ് മെസ്സി ഡിവൈഡഡ് ബൈ എക്സ്. വീണ്ടും മെസ്സി എന്നല്ലേ വരുന്നേ. അപ്പൊ സൈൻ ഓഫ് മെസ്സി ഡിവൈഡഡ് ബൈ മെസ്സി എത്രയാ? അതും 1 ആണ്. നോക്കി, എന്നാ പിന്നെ റൊണാൾഡോ ഫാൻസ് സങ്കടപ്പെടേണ്ട. ലിമിറ്റ് സൈൻ ഓഫ് മെസ്സിയുടെ സ്ഥാനത്ത് ഞാൻ CR7 ആക്കി, ഡിവൈഡഡ് ബൈ ക്രിസ്ത്യാനോ റൊണാൾഡോ 7. രണ്ടും സെയിം അല്ലേ? എന്ത് വന്നാലും അത് തന്നെ താഴെ വന്നാൽ അതിന്റെ ആൻസർ എത്രയാ? 1 മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഞാൻ മമ്മൂട്ടി എന്നാക്കി. ടാൻ ഓഫ് മമ്മൂട്ടി ഡിവൈഡഡ് ബൈ മമ്മൂട്ടി എന്നതാ? അതും ഇത്ര തന്നെയാ, 1. കണ്ടോ? ടാനിനകത്ത് ഏതാണോ വരുന്നത് അത് തന്നെ താഴെയും പറഞ്ഞു. എന്നാൽ ആൻസർ എത്ര മക്കളെ? 1. കേട്ടല്ലോ? അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. ഏത് രീതിയിലാണ് നോക്കിയേ. ഈ ചുമ്മാ ഈ ഫോർമുല മാത്രം പഠിച്ചാലും മാർക്ക് കിട്ടും കേട്ടോ. 2015 ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2015 അല്ല, വേറെ ഒരു വർഷം കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1. ഈ 1 എന്നുള്ള ഒരു വര ഇട്ടാൽ മതി, 1 മാർക്കാ കേട്ടോ. അതാ 1 ഇടാനും കൂടെ അറിയണം. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഫോക്കസ് ഏരിയ ആയി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 3x ബൈ എക്സ്. ഇതിന്റെ വാല്യൂ മക്കളാണ് ഇത് ശ്രദ്ധിച്ചടാ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 3x എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂട്ടി എന്നാണെങ്കിൽ താഴെയും മമ്മൂട്ടി എന്ന് പറഞ്ഞു.
CR7 ആണെങ്കിൽ താഴെ CR7 CR എന്ന് മാത്രം വന്നിട്ട് കാര്യമില്ല, 7 കൂടെ പറഞ്ഞു. ഇപ്പൊ 3x എന്നാണെങ്കിൽ ഇതുണ്ടോ ഇവിടെ 3x എന്നാണെങ്കിൽ അവിടെ എന്ത് തന്നെ പറഞ്ഞു, താഴെ 3x എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ മാറ്റണം കണ്ടോ. ലിമിറ്റ് x ടെൻഡ് ടു 0 സൈൻ 3x എന്നാണെങ്കിൽ താഴെ എന്തിനു പറഞ്ഞു 3x. ഇവിടെ x മാത്രമേ ഉള്ളൂ. അയ്യോ അപ്പൊ എന്നാ x മാത്രമാണ് ഞാൻ ഒരു 3 ഇട്ട് കൊടുത്തു. കാരണം ഇപ്പൊ ഇങ്ങനെ ആയില്ലേ, ചുമ്മാ എനിക്ക് 3 ഇടാൻ പറ്റുമോ? താഴെ ഡിവൈഡ് ചെയ്തപ്പോ ഞാൻ മേളിൽ മൾട്ടിപ്ലൈ. മനസ്സിലായോ? സൈൻ 3x താഴെ x മാത്രമേ ഉള്ളായിരുന്നു, ഒരു 3 കൂടെ വരണം. അതുകൊണ്ട് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചുമ്മാ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന്റെ വാല്യൂ എത്രയാ? സൈൻ 3x ബൈ എക്സ്. സൈൻ x ബൈ എക്സ് 1 ആ, സൈൻ മമ്മൂട്ടി ബൈ മമ്മൂട്ടി 1 ആ. അപ്പൊ സൈൻ 3x ബൈ 3x എത്ര തന്നെയാ 1. അപ്പൊ ഇത് 1 ഇൻറ്റു എക്സ്ട്രാ തന്നെ ഉണ്ട്, ഒരു 3 കൂടെ ഉണ്ട്. അപ്പൊ 1 ഇൻറ്റു 3 3. ആൻസർ എത്രയാണ്? 3. കണ്ടല്ലോ. ഇത് അടുത്ത ഫോക്കസ് ഏരിയ ആയി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ പറഞ്ഞിട്ടുള്ള ഫോക്കസ് ഏരിയയില്? ലിമിറ്റ് x tends to 0 നോക്കിയേ sin 2x divided by 3x എന്ന്. അതെന്നെ പരിപാടിയാണ് നോക്കിയേ. ലിമിറ്റ് x tends to 0 നോക്കിയേ മക്കളെ, sin 2x എന്നുണ്ട്. താഴെ എന്തെന്നെ പറയാൻ 2x, പക്ഷെ ഒരു 2 ഉണ്ട്, എക്സ്ട്രാ ഒരു 3 ഉണ്ട്. ആ 3 ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് എനിക്ക് ഇഷ്ടമില്ല. നോക്കിയേ sin 2x divided by 3x എന്നായിരുന്നു. ആ 3 ഞാൻ എങ്ങോട്ട് കൊണ്ടേ മാറ്റിയിട്ടു, ഇച്ചിരി മാറ്റിയിട്ടു. കാരണം എനിക്ക് അവിടെ വരേണ്ട ആരാ 2x. അപ്പൊ ഞാൻ ഒരു 2 ഇട്ട് കൊടുത്തു. എനിക്ക് കാരണം 2 അല്ലേ വേണ്ടത്, ഞാൻ 2 ഇട്ട് കൊടുത്തു. ചുമ്മാ എനിക്ക് അങ്ങനെ 2 ഇടാൻ മേല. മൾട്ടിപ്ലൈങ് ബൈ 2 കണ്ടോ. ഞാൻ ചെയ്ത എന്നാ എക്സ്ട്രാ ആയിട്ട് ചെയ്തത്, സൈൻ 2x അതേപോലെ തന്നെ നിർത്തി. 2x ആയതുകൊണ്ട് അടിയിലും എനിക്ക് തന്നെ പറഞ്ഞു 2x, പക്ഷെ ഇവിടെ 3x ആ. അപ്പൊ ഞാൻ ഒരു x ഉണ്ട്, ഓൾറെഡി ഒരു x ഉണ്ട്. എക്സ്ട്രാ അപ്പൊ ആരിട്ട് കൊടുത്താൽ മതി, ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. ആ 2 ഇട്ട് കൊടുത്തു. ചുമ്മാ അങ്ങനെ 2 ഇടരുത്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഉള്ള ആ 3 അല്ലേ, ആ 3 അങ്ങോട്ട് മാറ്റിയിട്ടു. കണ്ടോ, സംഭവം തീർന്നില്ലേ? ഇതിന്റെ വാല്യൂ എത്രയാ? സൈൻ 2x ബൈ എക്സ് സെയിം സാധനം തന്നെ വന്നു 1 അല്ലേ, സെയിം സാധനം തന്നെ. അപ്പൊ 1 ഇൻറ്റു കണ്ടോ, 1 ഇൻറ്റു 1 ഇൻറ്റു 2, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 2 2, 2 ബൈ 3 ഉണ്ട്, താഴെ ഒരു 3. 1 ഇൻറ്റു 2 2 ബൈ 3. ആൻസർ കിട്ടിയില്ലേ? ഇതിന്റെ ആൻസർ എത്രയാ? 2 ബൈ 3. സംഭവം ക്ലിക്ക് ആയേ കണ്ടോ. ഇവിടെ 2 ഉണ്ട്, ആ 2 എന്ന് പറഞ്ഞാൽ താഴെ ഒരു 2 ഇട്ടുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയുണ്ട് മക്കളെ? എളുപ്പമല്ലേ? വലിയ പാടില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ എഴുതി പഠിച്ചാലും മതി കേട്ടോ. നോക്കിയേ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റ് x tends to 0 sin 2x by tan 3x. sin 2x divided by tan 3x. sin 2x divided by tan 3x. അപ്പൊ നമുക്ക് ഇവിടെ സൈനും ഉണ്ട് ടാനും ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ sin 2x. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ചേഞ്ച് ചെയ്യാം. ലിമിറ്റ് x tends to 0 sin 2x. പക്ഷെ എക്സും ഇല്ല 2 ഇല്ല അല്ലെ. ഇപ്പൊ താഴെ ഇവിടെ 2x ആണെങ്കിൽ നമുക്ക് താഴെ 2x തന്നെ വരണം, എന്നാലേ ഉള്ളൂ 1 ആകത്തുള്ളൂ. ഞാൻ 2x ആയതുകൊണ്ട് താഴെ ഞാൻ 2x ഇട്ടു. ചുമ്മാ അങ്ങനെ 2x ഇടരുത്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 2x ഡിവൈഡഡ് ബൈ ഇവിടെ tan 3x ആ. ടാൻ വന്നാലും താഴെ എന്താണോ അതേപോലെ തന്നെ, സൈൻ പോലെ തന്നെയാണ്. 3x ആണ്, ഇവിടെ എന്താ തന്നെ പറഞ്ഞു 3x. അപ്പൊ ഞാൻ ഈ 3x വന്നോണ്ട് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തോണ്ട് ഞാൻ ഒരു 3x ഇട്ട് കൊടുത്തു കണ്ടോ. ആദ്യമേ ഇത്ര ഉള്ളായിരുന്നു sin 2x by tan 3x. ഇതിനകത്ത് 2x ഉള്ളതുകൊണ്ട് ഞാൻ താഴെ ഒരു 2x കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ചുമ്മാ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ tan 3x ഉണ്ട്, ഇവിടെ 3x ആ. അപ്പൊ താഴെയും അത് തന്നെ വരണം, tan 3x ആക്കി. അതുകൊണ്ട് ഞാൻ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കണ്ടോ. ഇതിന്റെ ആൻസർ എത്രയാ? 1. ഇതിന്റെ ആൻസർ എത്രയാ? 1. അപ്പം എത്ര വരും ആൻസർ? 1/1. മേളിൽ എന്നാ ഉണ്ട് 2x, താഴെ എന്നാ ഉണ്ട് 3x. ഈ എക്സും കൂടെ വെട്ടിപ്പോയി, ബാക്കി എന്നാ ഉണ്ട് ആൻസർ 2/3. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു മക്കളെ, എല്ലായിടത്തും ഇവിടെ എത്രയാണോ ആൻസർ ഉള്ളത് അത് തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത് 2/3. നേരത്തെ ഏതോ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതേപോലെ തന്നെ. ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയാ മക്കളെ, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടു കഴിഞ്ഞാൽ കാലവാരി അടിക്കണം, അടിക്കരുത്. നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ചെയ്യണം കേട്ടോ. ലിമിറ്റ് x tends to 0 to x plus sin 3x divided by tan 7x plus 3x. നോക്കിയേ, ഇവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു നോക്കിയേ. 2x അവിടെ കിടന്നോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ sin 3x ഉണ്ട്. sin 3x ഉണ്ടെങ്കിൽ നമുക്ക് താഴെ എന്ത് തന്നെ പറയണം? sin 3x ഉണ്ടെങ്കിൽ താഴെ എന്ത് തന്നെ പറയണം? 3x പറയണം. അങ്ങനെ ചുമ്മാ 3x ഇടാൻ പറ്റുമോ? ഇല്ല, ഞാൻ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നോക്കിയേ tan 7x ഉണ്ട് താഴെ കണ്ടോ. ഇവിടെ tan 7x അല്ലേ, tan 7x ആണെങ്കിൽ താഴെ എന്ത് തന്നെ പറയണം? 7x. അങ്ങനെ ചുമ്മാ 7x ഇടാൻ പറ്റുമോ? ഇല്ല, 7x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. പ്ലസ് ബാക്കി ആരുണ്ട്? 3x. ഈ 3x-നെയും 2x പാവപ്പെട്ട രണ്ടെണ്ണമാണ്. നമ്മുടെ 2x ഉണ്ട്, നമ്മുടെ 3x ഉണ്ട്. അവരെ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ, അവിടെ അതുപോലെ തന്നെ നിർത്തി. 2x അതേപോലെ നിർത്തി, 3x-നെ അതേപോലെ നിർത്തി.
ആരെ അവനെ ചേഞ്ച് ചെയ്തത്? എനിക്ക് ചേഞ്ച് ചെയ്യാൻ തോന്നിയത് sin 3x sin 3x ഉള്ളോട് താഴെ ഞാൻ ഒരു 3x കൊണ്ടുവന്നു, 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. tan 7x ഉണ്ട്, അതുകൊണ്ട് ഞാൻ tan 7x നെ 7x ഉള്ളതുകൊണ്ട് 7x കൊണ്ട് ഡിവൈഡ് ചെയ്തു, 7x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സംഭവം ഓക്കെ ആയോ? ഇനി നോക്കി, ഈ സംഭവം സിമ്പിളാ. നോക്കിയേ 2x അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ sin 3x/3x sin എന്ത് വന്നാലും sin മമ്മൂട്ടി ബൈ മമ്മൂട്ടി, sin മെസ്സി ബൈ മെസ്സി, എത്രയല്ല എന്താ 1 ആ. പ്ലസ് ഇട്ടിട്ട് താഴെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, 1 into 3x 1 into 3x അല്ലെ, ഡിവൈഡഡ് ബൈ ഇവിടെയോ tan 7x/7x tan മോഹൻലാൽ ഡിവൈഡഡ് ബൈ മോഹൻലാൽ എത്രയാ 1 ആ. 1 into 7x 7x പ്ലസ് ബാക്കി എന്നാ ഉണ്ട് 3x കേട്ടോ. 1 into 7x 7x പ്ലസ് 3x. ഇത് നോക്കിയേ 2x 1 into 3x എത്രയാ 3x, അപ്പൊ 2x plus 3x. ഇവിടെ 1 into 7x 7x 3x. ഇതിനോട് കൂട്ടി ഈ 3 3 കൂടെ വെട്ടിക്കളയല്ലേ കേട്ടോ. 2 plus 3 5x 7x plus 3x 10x. ഈ x ഉം ഈ x ഉം വെട്ടിപ്പോയി 5/10 എന്ന് കിട്ടും. 5/10 എന്ന് പറഞ്ഞാൽ എത്രയാ 1/2. സംഭവം സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് പഠിച്ചേക്കണേ. എന്തായാലും നമ്മൾ പഠിക്കുന്നതല്ലേ, നമ്മളൊന്ന് പഠിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചേക്കണം കേട്ടോ. കാരണം നമുക്ക് എന്നതാ ഇതൊക്കെ തന്നെ കിട്ടിയാൽ നല്ല മാർക്ക് കിട്ടത്തില്ലേ? നല്ല മാർക്ക് കിട്ടിയാൽ ഞാൻ പ്ലസ് ടു അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലേ? അതാണ് ലക്ഷ്യം. നമ്മള് പ്ലസ് വണ്ണിലെ തന്നെ ഡബിൾ പാസ് അടിക്കണം. ഡബിൾ പാസ് അടിച്ചിട്ട് പ്ലസ് ടു എൻജോയ് ചെയ്യണം കേട്ടോ. ഇത് നോക്കി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യനാ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 2014 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. sin 5x/5x എത്രയാ ഉണ്ടോ? സൈൻ ഏതാണോ വന്നത് താഴെ അത് തന്നെ വന്നു. ആൻസർ എത്രയാ നോക്കാനില്ല 1. ഇനി അടുത്തത് വേറെ ക്വസ്റ്റ്യൻ. ഇതിന്റെ പൊന്നളിയ ഇതെന്തോ ക്വസ്റ്റ്യൻസ് ആ ഉള്ളത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത്. sin ax/bx കണ്ടോ, sin ax/bx. അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമല്ലോ. എത്ര വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax. മുകളിൽ sin ax ആണെങ്കിൽ നമുക്ക് താഴെയും ax ഉണ്ട്, വേണം ax വേണം. പക്ഷെ അവിടെ അതിനോട് ഓൾറെഡി ഒരു എക്സിനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഒരു എക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കൂടെ ആരൂടെ വേണം? എയും കൂടെ വേണ്ടേ? ax എന്നാ. അതിനകത്ത് എക്സ് ഉണ്ട്, എ ഇടണം. എ ചുമ്മാ ഇടാൻ പറ്റത്തില്ല. താഴെ ഒരു ചുമ്മാ എ ഇട്ടോണ്ട് മേളിൽ ഒരു ചുമ്മാ എ ഇട്ടു. താഴെ ഓൾറെഡി ആരുണ്ട്? ഒരു ബി ഉണ്ട്. ആ ബീനെ മാറ്റി എഴുതി കേട്ടോ. സൈൻ ax എന്നായിരുന്നു, ax എന്നായിട്ട് താഴെയും ax ആക്കണം. പക്ഷെ ഓൾറെഡി ഒരു എക്സേ ഉള്ളൂ, ആ എക്സ് എഴുതി. അതിന് എക്സ്ട്രാ ഒരു എ ഇട്ട് കൊടുത്തു. എക്സ്ട്രാ എ ഇടുമ്പോ മുകളിലും എ ഇടുക കേട്ടോ. താഴെ എ ഇട്ടാൽ മുകളിൽ ഇടുക, വെറുതെ ഒന്നും കാണിക്കരുത്. പിന്നെ താഴെ ഇപ്പുറത്ത് ആരുണ്ട്? ഒരു ബി ഉണ്ട്, അതുകൊണ്ട് അപ്പുറത്ത് ഒരു ബി ഉണ്ട്. ഇതിന്റെ ആൻസർ എത്രയാ? 1 അല്ലേ? സൈൻ എന്ത് വന്നാലും ഡിവൈഡഡ് ബൈ എന്ത് വന്നാലും 1 ആണ്. 1 into a plus b 1 into a/b എത്ര തന്നെയാ? a/b കണ്ടോ. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രൂവ്മെന്റ് 2014 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ നോക്കട്ടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതെ 2015 ചോദിച്ചു, 2014 കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തെ വർഷവും ഇത് തന്നെയാ ചോദിച്ചു കണ്ടോ. എന്തോരം ക്വസ്റ്റ്യൻ ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് നോക്കിയേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 4x ഡിവൈഡഡ് ബൈ sin 2x sin 4x ഡിവൈഡഡ് ബൈ sin 2x എന്ത് പറഞ്ഞാൽ നോക്കിയേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin 4x ഉണ്ട്. sin 4x ആണെങ്കിൽ താഴെ എന്ത് തന്നെ പറയണം? 4x. ചുമ്മാ അങ്ങനെ 4x ഇടാൻ പറ്റത്തില്ല, മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. താഴെ 4x ഇട്ടു, മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ആരാ താഴെ ഉള്ളത്? sin 2x ഉണ്ട്. sin 2x ഉണ്ടെങ്കിൽ താഴെയും ഒരു 2x ഇടണം. ചുമ്മാ അങ്ങനെ 2x ഇടാൻ മേല, മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. sin 4x ഡിവൈഡഡ് ബൈ 4x ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 4x ചെയ്യണം. sin 2x താഴെയും 2x കൊണ്ടുവരുക അല്ലെ. എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നേ? സൈൻ അറിയാലോ, മെസ്സി ബൈ മെസ്സി 1, റൊണാൾഡോ ബൈ റൊണാൾഡോ 1, നെയ്മർ ബൈ നെയ്മർ 1. നോക്കി, ഇത് 1 ആ. ഇതിന്റെ ആൻസർ 1, ഇതിന്റെ ആൻസറും 1 അല്ലെ. ഇപ്പൊ എന്ത് കിട്ടും? 1 into മേളിൽ എന്താ 4x, താഴെയോ 1 into 2x കണ്ടോ. ഈ 1 ഉം പോയി, എക്സും പോയി, 4/2 എന്ന് കിട്ടും. ആൻസർ 2. സംഭവം സിമ്പിൾ അല്ലേ? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. sin ax by sin bx ഉണ്ട് കണ്ടോ മക്കളെ. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ ആൻസർ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായിട്ട് ഇങ്ങനെ മാത്രമാണെങ്കിൽ ഇതിന്റെ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 4/2 4/2 എത്രയാ? 2 കണ്ടോ. അങ്ങനത്തെ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ വേറെ ക്വസ്റ്റ്യനോട് ഇതുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറയല്ലേ, അതുമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടല്ലോ. ടൈം കുറെ എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സാരമില്ല. ടൈം കൊടുത്താലും കുറെ ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, വേറെ ക്വസ്റ്റ്യൻ ആണ് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള. ഇംപ്രൂവ്മെന്റ് 2016 sin ax by sin bx sin ax by sin bx നോക്കിയേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. അപ്പൊ നോക്കിയേ, sin ax എന്നാണെങ്കിൽ മുകളിൽ sin ax ആണെങ്കിൽ താഴെ എന്ത് തന്നെ പറയണം? ax അല്ലെ. താഴെ x ഇട്ടാൽ എക്സ്ട്രാ x ആയതുകൊണ്ട് മുകളിൽ ഒരു x. ഇവിടെ sin bx ആ, അപ്പൊ താഴെ എന്ത് തന്നെ പറയണം? bx. അപ്പൊ ഇവിടെ എന്ത് തന്നെ പറയണം? bx. ഇത് എത്രയാ? 1. ഇത് എത്രയാ? 1. അപ്പൊ 1 into ax ഡിവൈഡഡ് ബൈ 1 into bx കണ്ടോ.
ഈ 1ഉം 1ഉം പോയി, x ഉം പോയി. ഫൈനൽ ആൻസർ എന്താ? a/b. മക്കളെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, കണ്ടോ? ഇവിടെ a, ഇവിടെ b. നേരത്തെ 4/2 എന്ന് പറഞ്ഞപ്പോ 2 വന്നില്ലേ? 4/2 2. പക്ഷെ ഇവിടെ a/b എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? a/b അല്ലേ? നോക്കിയ മക്കളെ, അടുത്ത വേറൊരു ഫോം ആണ്. ഇതും ചോദിച്ചിട്ടുള്ളതാ. ഇതുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടോ? അല്ല, ക്വസ്റ്റ്യൻ അല്ല, ഇക്വേഷൻ. e raised to limit x tends to 0, e raised to x minus 1 divided by x. e raised to something minus 1 divided by something. ആ സംതിങ് ഒന്നായാൽ ആൻസർ എത്രയാ? 1. കേട്ടോ? e raised to x minus 1 divided by x. e raised to എന്താണോ ഉള്ളത് അതിന് ഡിനോമിനേറ്ററിൽ പറഞ്ഞു. കേട്ടോ? ഞാൻ എഴുതാം. e raised to, ഇപ്പൊ നമ്മൾ മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞു, പിന്നെ ആരാ? മെസ്സി പറഞ്ഞു, റൊണാൾഡോ പറഞ്ഞു. ഇനി ആരാ പറയണം? ഓക്കെ, സന്തോഷ് പണ്ഡിറ്റ്. e raised to സന്തോഷ് പണ്ഡിറ്റ് minus 1 divided by സന്തോഷ് പണ്ഡിറ്റ്. എത്ര ആൻസർ? 1. കേട്ടോ? ഏതാണോ മേളിൽ വരുന്നത് അത് തന്നെ താഴെ പറഞ്ഞു. അല്ലാതെ e raised to 5x എന്നാണെങ്കിൽ താഴെ 5 വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതാണോ ഉള്ളത് അത് തന്നെ പറഞ്ഞു. കേട്ടല്ലോ? ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആരാ? ആരെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നോക്കി, e raised to something minus 1 divided by something it is equal to എത്രയാണ്? 1. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ഫോർമുല ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക ബൈ ഹാർട്ട്. കേട്ടോ? ബൈ ഹാർട്ട് വരയ്ക്കുക. കേട്ടോ? ബൈ ഹാർട്ട്. ഓക്കെ, e raised to 3x minus 1 divided by x. മുകളിൽ 3x ആണ്, അപ്പൊ താഴെ എന്ത് തന്നെ വരണം? 3 വരണം, 3x വരണം. എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് x tends to 0, e raised to 3x minus 1 എന്നാണ്. അപ്പൊ താഴെയും ഇവിടെ x ആണ്, x ആണെങ്കിൽ താഴെ x തന്നെ. ഇവിടെ 3x ആണ്, അപ്പൊ 3x തന്നെ വരണം. ഓൾറെഡി ആര് തന്നിട്ടുണ്ട്? അവിടെ x ഉണ്ട്. ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്ത തന്നെ 3. ചുമ്മാ അങ്ങനെ ഇടാൻ മേല. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 ഉണ്ട്. എക്സ്ട്രാ എന്താണോ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് x. 3 മാത്രമേ ഉള്ളൂ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കണ്ടോ? ഇനി ഇതിന്റെ ആൻസർ എത്രയാ? 1 അല്ലേ? കണ്ടോ? e raised to സന്തോഷ് പണ്ഡിറ്റ് minus 1 divided by സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ e raised to 3x minus 1 by 3x എത്രയാ? 1. 1 into 3, 1 into 3 എത്രയാ? 2 ആണോ? അല്ല, എത്രയാ? 3. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചു. ഒരെണ്ണം ഇതാ, സിമ്പിൾ അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ 3. ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കേട്ടോ? അപ്പൊ പറഞ്ഞല്ല, ചോദിക്കാൻ ചാൻസ് വേറൊരെണ്ണം ഉണ്ട്, അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, e raised to sin x minus 1 divided by sin x. e raised to sin x minus 1 divided by, sorry, sin x അല്ല, x. e raised to sin x minus 1 divided by x. ലിമിറ്റ് x tends to 0. നോക്കിയ മക്കളെ, ഇവിടെ sin x. എന്നാ പിന്നെ എനിക്ക് സാറേ x ഉണ്ട്, അവിടെ സൈനും കൂടെ ഇട്ട് കൊടുത്താൽ പോരെ? അതായത് ഈ sin എന്ന് ഇട്ട് കൊടുത്താൽ അത് സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. സൈൻ എന്ന് കൊടുത്താൽ sin x അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഒരു ലെറ്ററാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യും. ലിമിറ്റ് x tends to 0, e raised to sin x minus 1 അല്ലെ? എനിക്ക് sin x ആമേയുള്ളൂ. e raised to ന്റെ പവർ ആയിട്ട് വരുന്ന sin x. അപ്പൊ താഴെ എന്ത് തന്നെ വരണം? sin x. താഴെ എന്ത് തന്നെ വരണം? sin x. മുകളിൽ e raised to sin x ആയിരുന്നു, അതുകൊണ്ട് താഴെ എന്ത് തന്നെ വരണം? sin x. അപ്പൊ ഈ x അവിടെ പോയി, ഞാൻ ആ x നെ അങ്ങോട്ട് മാറ്റിയിട്ടു. കണ്ടോ? താഴെ ഇട്ടു, x താഴെ തന്നെയാണ്, ഇപ്പോഴും താഴെ തന്നെയാ. ഞാൻ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്ത എന്താ? sin x. എക്സ്ട്രാ ഡിവൈഡ് ചെയ്ത് sin x. അങ്ങനെ ചുമ്മാ എനിക്ക് sin x ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ sin x കൊണ്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലായല്ലോ? ഇത്ര ഉള്ളായിരുന്നു. sin x minus 1 എന്നാണ്, e raised to sin x minus 1 എന്നാണ്. മേളിൽ sin x ആണ്, താഴെയും sin x വരണം. sin x കൊടുത്തു. ചുമ്മാ sin x ഇടാൻ മേല, അതുകൊണ്ട് മേളിൽ sin x ഇട്ടു. പിന്നെ എക്സ്ട്രാ x ഉണ്ട്, അത് താഴെ ഇട്ടിട്ട് നോക്കി. ഇപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ? e raised to sin x minus 1 by sin x. e raised to സന്തോഷ് പണ്ഡിറ്റ് minus 1 by സന്തോഷ് പണ്ഡിറ്റ് 1. നോക്കിയേ, sin x by x 2 വട്ടം 2 റൂളാ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. sin x by x അത് പറഞ്ഞാ 1 into 1 1. മക്കളെ, ഈ ക്വസ്റ്റ്യൻ കണ്ടാലേ ഇനി ദയവ് ഇന്ന് ഓർത്ത് വെച്ചേക്കണം. ആൻസർ എത്രയാ? 1 ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കേട്ടല്ലോ? ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ മക്കളെ, നമുക്ക് പഠിക്കാൻ ഒരു ഫോർമുലയും കൂടി ഉണ്ട് ലിമിറ്റ്സിനകത്ത്. ആ ഫോർമുല ഇതാണ്. ലിമിറ്റ് x tends to 0, log 1 plus x divided by x. log 1 plus x divided by x equal to 1. ഓർക്കുക, ലോഗ് ഇടുക, 1 plus something divided by something. ആ സംതിങ് ഈക്വൽ ആവണേ. log 1 plus x divided by x. ആ ഫോമാ ശ്രദ്ധിക്കണം. log 1 plus x divided by x. x എന്ത് വേണമെങ്കിലും ആവാം. അതെന്താണോ ആവുന്നത് അത് താഴെ തന്നെ വരിക. ഇതുണ്ടോ? log 1 plus നെയ്മർ ഡിവൈഡഡ് ബൈ നെയ്മർ എന്നാണെങ്കിൽ ആൻസർ എത്രയാ? 1 ആ. കേട്ടോ? log 1 plus നെയ്മർ ബൈ നെയ്മർ 1. കേട്ടോ? 1 plus സംതിങ് ഡിവൈഡ് ബൈ സംതിങ്. മേളത്തെയും താഴത്തെയും സെയിം ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ലിമിറ്റ് x tends to 0, 1 plus x divided by x equal to 1. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ ലിമിറ്റ് x tends to 0, log
1 plus x-ന് പകരം അവർ 2x by x എന്ന് നോക്കി. അതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് x ടെൻസ് ടു 0 log 1 plus 2x ആ. ഇപ്പൊ നെയ്മറിന്റെ സ്ഥാനത്ത് 2x അപ്പൊ താഴെ നെയ്മർ തന്നെ പറഞ്ഞു. ഇതിനർത്ഥം താഴെ എന്ത് തന്നെ പറഞ്ഞു 2x. പക്ഷെ അതിന്റെ അകത്ത് ആരുണ്ട്? ഓൾറെഡി x ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത ആരാ? 2 ആ. അപ്പൊ 2 താഴെ 2 ഉണ്ട്. അതുകൊണ്ട് മേളിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ log 1 plus 2x by 2x എന്നാക്കി. കണ്ടോ? ഇവിടെ 2 ഉള്ളതുകൊണ്ടാണ് താഴെയും 2 ആക്കിയത്. ചുമ്മാ ഇട്ട് ഇടാൻ പറ്റത്തില്ല, എക്സ്ട്രാ 2 കൊടുത്തു. അപ്പൊ ഇത് നോക്കി, ഇതിന്റെ ആൻസർ എത്രയാ? log 1 plus neighbor by neighbor log 1 plus 2x by 2x 1. പിന്നെ എന്നാ ഉണ്ട്? ഒരു 2. 1 into 2 2. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനോടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ക്യൂബ് എക്സ് അല്ല, ഇവിടെ ടെൻസ് ടു 0, എക്സ് ക്യൂബ് ടെൻസ് ടു 0 ആണേ. ഇവിടെ എക്സ് അല്ല, എക്സ് ക്യൂബ് ടെൻസ് ടു 0. എന്താ സോറി എക്സ് ക്യൂബ് അല്ല, എക്സ് ടെൻസ് ടു 0. എക്സ് ടെൻസ് ടു 0 എന്താ പറയുന്നത്? ലോഗ് 1 പ്ലസ് എക്സിന് സ്ഥാനത്ത് എന്താ? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നെയ്ബറിന്റെ സ്ഥാനത്ത് ആരാ? എക്സ് ക്യൂബ്. അപ്പൊ താഴെയും നെയ്മർ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് ആണ്. ഇപ്പൊ മുകളിൽ എക്സ് ക്യൂബ് ആയിട്ട് താഴെയും തന്നെ പറഞ്ഞു എക്സ് ക്യൂബ് തന്നെ പറഞ്ഞു. ഉണ്ടോ? 1 പ്ലസ് എക്സ് ക്യൂബ് ആണെങ്കിൽ താഴെയും തന്നെ പറഞ്ഞു എക്സ് ക്യൂബ്. ചുമ്മാ അങ്ങനെ എനിക്ക് എക്സ് ക്യൂബ് ഇടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ മുകളിൽ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ ആരുണ്ട്? എക്സ്ട്രാ സൈൻ ക്യൂബ് എക്സ്. കണ്ടല്ലോ, ഇവിടെ ഒരു ചേഞ്ചുകൾ വരത്തുള്ളൂ. എന്താ ചേഞ്ച്? ഇവിടെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് ഇവിടെ എക്സ് ക്യൂബ് ഇട്ട് കൊടുത്തു, മുകളിൽ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിയേ, ഇവിടെ എന്താണോ അത് തന്നെ വന്നില്ലേ? ഇവിടെ എന്താണോ അത് തന്നെ വന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? അതേ വേറെ കളറിൽ കൊടുക്കാം. ഇതിന്റെ ആൻസർ എത്രയാ? 1 അല്ലേ? ഓ, വേറെ കളർ എന്ന് പറഞ്ഞിട്ട് അതേ കളർ അല്ലേ? നോക്കിയേ, കണ്ടോ? 1 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ആൻസർ എത്രയാ? 1 അല്ലേ? കണ്ടോ? അപ്പൊ ഇത് 1 ഇൻറ്റു എക്സ് ക്യൂബ്. അതിന് ഞാൻ എക്സ് ക്യൂബ് എന്ന് എഴുതി. സൈൻ ക്യൂബ് എക്സിനെ എനിക്ക് സൈൻ എക്സിന്റെ ക്യൂബ് എന്ന് എഴുതാമല്ലോ അല്ലെ? അതായത് ഇതിനെ ഇങ്ങനെ എഴുതാവോ? രണ്ടിടത്തും ക്യൂബ് ഉണ്ട്. അപ്പൊ എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ നോക്കിയേ, എക്സ് ബൈ സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ് സംഭവം രണ്ട് സെയിം ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ചെയ്താലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സ് ചെയ്താലും ഒരേ ആൻസർ. എത്രയാ? രണ്ടിന്റെ ആൻസർ 1 ആണ്. അപ്പൊ ഇത് എത്രയാ? 1 ഓൾറെഡി 1 ആണ്. ഇത് എത്ര തന്നെയാ? 1. 1 into 1 1. സംഭവം തീർന്നേ. ഇപ്പൊ ചേഞ്ച് ചെയ്ത് തന്നെ ഇവിടെ എക്സ് ക്യൂബ് ആയിട്ട് താഴെ ഒരു എക്സ് ക്യൂബ് കൊണ്ടുവന്നു. ആണോ? മൾട്ടിപ്ലൈ ബൈ എക്സ് ക്യൂബ്, താഴത്തെ സൈൻ ക്യൂബ് എക്സ് അങ്ങോട്ട് എഴുതി. ഇവിടെ എക്സ് ക്യൂബ് ബൈ സൈൻ ക്യൂബ് എക്സ് രണ്ടും സെയിം പവർ. അപ്പൊ ആൻസർ എത്ര തന്നെയാ? 1. അപ്പൊ നമ്മുടെ ലിമിറ്റ്സ് കഴിഞ്ഞു. ലിമിറ്റ്സിൽ പഠിച്ച ഫോർമുലാസ് അറിയാലോ, മറക്കരുത് ആ ഫോർമുലാസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് 1. അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അതായത് ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. അത് എത്ര തന്നെയാ? 1. എല്ലാം ഇല്ലേ? ലിമിറ്റ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാർട്ടാണ് ഡെറിവേറ്റീവ്സ്. മക്കളെ, ഡിഫറൻസിയേഷൻ രണ്ടാമത്തെ ടോപ്പിക് ആണ്. ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയും. ഈ ഒരു ഡെറിവേറ്റീവ് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ചാപ്റ്റർ അടുത്ത വർഷം പഠിക്കാനുള്ളൂ. 2 ചാപ്റ്റർ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ 2 ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ബേസ് അറിയണ്ടേ? കാരണം +2 ആണ്, സമയവും ഇല്ല, ഒന്നുമില്ല അല്ലെ? നമ്മൾ ടീച്ചേഴ്സ് നമ്മളോട് നന്നായിട്ട് പറഞ്ഞു തരുമോ? ഇല്ല, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അവർ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവരോ പഠിപ്പിക്കാൻ പറ്റാത്തവരൊന്നും അല്ല, അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ബേസ് ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒരു ചാപ്റ്റർ പഠിച്ചില്ലേലും ഈ ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുക. +2 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ, നമ്മൾ ഇത് വായിക്കുന്നത് dy/dx അല്ലെങ്കിൽ f'(x) y' ഇങ്ങനെയൊക്കെയാണ് ഡിഫറൻസിയേഷൻ വായിക്കുന്നത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് വായിക്കുന്നത്. ഇപ്പൊ ഈ y എന്ന് പറഞ്ഞാലാണ് ഫംഗ്ഷൻ. y എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ. ഇപ്പൊ y-യുടെ സ്ഥാനത്ത് x ആണെങ്കിൽ dx/x. അപ്പൊ ഇത് വായിക്കുന്നത് d/dx of x, d/dx of x. മേളിലും താഴെയും സെയിം ആണ്. x/x അല്ലേ? എത്രയാ? 1. അപ്പം d/dx of x എന്ന് കണ്ടാൽ ആൻസർ എത്രയാണ്? 1. കണ്ടല്ലോ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മക്കളത്. ഈ സാധനം രണ്ടാമത്തെ d/dx of x raised to n എന്നാണെങ്കിൽ എന്നതാ? d/dx of x raised to n എന്നാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? nx raised to n minus 1. ഇമ്പോർട്ടന്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ്? nx raised to n minus 1. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. ശ്രദ്ധിച്ചേ, d/dx of ഇപ്പൊ ഞാൻ x raised to 5 എന്ന് ഇട്ടു. x raised to 5 x raised to n ന്റെ സ്ഥാനത്ത് 5. അപ്പൊ ആ നമ്പറിനെ താഴോട്ട് ഇറക്കി എഴുതുക. നമ്പർ
ആണോ എന്നായിരുന്നു ആ നമ്പർ ഞാൻ താഴോട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് എക്സ് ഇടുക, ഒന്ന് കുറച്ച് എഴുതുക. n 5 ആണെങ്കിൽ എത്ര വരും? 4. സംഭവം സിമ്പിളാ. ഫോർമുല ഓർത്തിരിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ചെയ്യുന്നത്. n(x)(n-1). പക്ഷെ അതിനെക്കാട്ടി എളുപ്പം ഇങ്ങനെ കൊടുക്കുക. 5 എന്നാണെങ്കിൽ ആ 5 താഴോട്ട് എഴുതുക, എന്നിട്ട് x⁴. ഒന്ന് കുറച്ച്. ഇപ്പൊ നോക്കിയേ, d/dx ഓഫ് x⁴100 എന്നാണെങ്കിൽ എന്ത് വന്നേനെ? ആ നമ്പർ ആദ്യം താഴോട്ട് എഴുതുക, പിന്നെ എക്സ് ഇടുക, ഒന്ന് കുറയ്ക്കുക. 100 ആണെങ്കിൽ ഒന്ന് കുറയ്ക്കുമ്പോൾ എത്രയാ? 99. 100x⁴99 നോക്കി. കാരണം ഇപ്പൊ d/dx ഓഫ് x⁴3 എന്നാണെങ്കിലോ, x⁴3 ആണെങ്കിൽ നമ്പർ എഴുതുക, എക്സ് ഇടുക, ഒന്ന് കുറയ്ക്കുക, 3x². ആ ഒന്ന് കുറച്ചത് പവർ ആയിട്ട് എഴുതണേ. ഇപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനി √x ഇത് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ നമുക്ക് ഈ വർഷവും അടുത്ത വർഷവും എല്ലാം യൂസ്ഫുൾ ആണ്. d/dx ഓഫ് √x. √x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? x⁴1/2 എന്നാണെങ്കിൽ അതിന്റെ ആൻസർ എത്രയാ? 1/2 √x. എന്താണ്? 1/2 √x. കണ്ടല്ലോ, √x എന്നാണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ്? 1/2 √x. ഇനി നോക്കിയാൽ ഡെറിവേറ്റീവ് ഓഫ് e⁻x. e⁻x ഡെറിവേറ്റീവ് എന്താ? e⁻x തന്നെ. മനസ്സിലായി? e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 0. അപ്പൊ നോക്കിയാൽ d/dx ഓഫ് 10 എന്ന് കൊടുത്ത് 10ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 0. ഒരു കോൺസ്റ്റന്റ് അല്ലേ? അല്ലെങ്കിൽ നോക്കിയാൽ d/dx ഓഫ് c എന്ന് കൊടുത്ത് സിയുടെ ഡെറിവേറ്റീവ് എത്രയാ? 0. നോക്കിയേ, അപ്പൊ ഈ എക്സ് വന്നാൽ dx/x 1 ആണ്. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ, അല്ലേ? ആവറേജ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. മനസ്സിലായല്ലോ? അപ്പം ഓർക്കുക ഈ ഫോർമുലാസ് ഒക്കെ. d/dx ഓഫ് x എന്ന് പറഞ്ഞാൽ 1, d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ n(x⁻n-1), d/dx ഓഫ് √x വന്നാൽ 1/2 √x, d/dx ഓഫ് e⁻x വന്നാൽ e⁻x. മനസ്സിലായല്ലോ? കാരണം ഇതും കൂടെ ഓർത്തോ. d/dx ഓഫ് log x, d/dx ഓഫ് log x. log x ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1/x. log x ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1/x. ഇതും കൂടെ നോർത്ത് വെച്ചു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടിൽ എഴുതി എടുത്തേക്കണേ, അല്ല കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. log x ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1/x. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നോക്കാം. അത് പറഞ്ഞിട്ടില്ല ഇതിനകത്ത്, ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഫോക്കസ് ഏരിയ സർക്കാർ ഇറക്കിയിട്ടുള്ള കുറച്ച് നോട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിന്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മക്കളെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കണ്ടെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷെ അതിന്റെ അകത്ത് അവർ തന്നിട്ടുള്ള നോട്ട്സിനകത്തുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുക, നിങ്ങൾ ഇത് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എഴുതും. സംഭവം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ലോഗരിതം ടേബിൾ എന്ന് പറഞ്ഞ ബുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടാവും. ആ പരീക്ഷാ ഹാളിൽ ഇത് ഈ സംഭവം കൊടുത്തിട്ടുള്ള 4, 5, 6 എണ്ണത്തിന്റെയും സാധനം അതിന്റെ അകത്ത് കിടപ്പുണ്ട്. പഠിച്ചാലും പഠിച്ചില്ലേലും നിങ്ങൾ ഓർത്ത് വെക്കുക, ലോഗരിതം ടേബിളിൽ ഇത് കിടപ്പുണ്ട്. കേട്ടല്ലോ? അപ്പം d/dx ഓഫ് ഓരോന്നിന്റെയും സൈൻ ഫംഗ്ഷൻസിന്റെ അതിനെല്ലാം, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ എല്ലാം അതിന്റെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ശ്രദ്ധിക്കണം, സൈന് കോസ്, കോസിന് മൈനസ് സൈൻ. ടാൻ എക്സ് വന്നാലോ sec²x, കോട്ട് എക്സ് വന്നാലോ മൈനസ് cosec²x. കേട്ടോ, sec x വന്നാൽ sec x tan x, cosec x വന്നാൽ മൈനസ് cosec x cot x. ഇതൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. നമുക്ക് വെറുതെ ലോഗരിതം നമുക്ക് സമയം കളയണ്ടോ. ആകെ 6 എണ്ണം അല്ലേ? 6 എണ്ണം നിസ്സാരം. സൈൻ വന്നാൽ കോസ്, കോസ് വന്നാൽ മൈനസ് സൈൻ, ടാൻ വന്നാൽ sec²x, കോട്ട് വന്നാൽ മൈനസ് cosec²x, sec x വന്നാൽ sec x tan x, cot x cosec x വന്നാൽ മൈനസ് cosec x cot x. സംഭവം സിമ്പിൾ ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ ആവശ്യം വരും, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി മക്കളെ ഇതൊന്ന് ഓർത്ത് വെച്ചേ, നേരത്തെ പറഞ്ഞിട്ടുള്ള എനിക്കിതാ പേടി. കാരണം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. x⁻n വന്നാൽ എന്തായിട്ടും n(x⁻n-1). മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഇങ്ങനെ വരും d/dx ഓഫ് x² എന്ന് മാത്രമാണെങ്കിലോ, x² മാത്രമാണെങ്കിൽ താഴോട്ട് ഇറക്കി എഴുതുക, 2 ഇടുക, x ഇടുക, ഒന്ന് കുറച്ച് 2 - 1 1, 2x⁻1 എന്നാണ്. പക്ഷെ നമ്മൾ 2x എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ നടക്കുക. d/dx ഓഫ് 6x². ഇങ്ങനെ നടക്കുന്നത്. ഈ 6 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് 0 എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ 0. പക്ഷെ ഇത് കോൺസ്റ്റന്റ് മാത്രമല്ല. അപ്പം കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × x². x² ഡെറിവേറ്റീവ് എന്താ? ഇപ്പൊ പഠിച്ചു 2x. x² ഡെറിവേറ്റീവ് 2x. 6 × 2x 12x. മക്കളെ ഓർക്കുക, x² ഡെറിവേറ്റീവ് 2x, x² ഡെറിവേറ്റീവ് 2x, x² ഡെറിവേറ്റീവ് 2x. അത് ഓർത്ത് വെച്ചേരും. x² ഡെറിവേറ്റീവ് എത്രയാ? 2x. അത് ഓർത്ത് വെച്ചാൽ എന്നെ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. x² ഡെറിവേറ്റീവ് എന്നതാ 2x, x³ എന്നതാ 3x², x⁴ എന്നതാ ഒന്ന് താഴോട്ടിറക്കുക, ഒന്ന് കുറച്ച് എഴുതുക 4x³, x⁵5, 5x⁴, x�6, 6x⁵5. പഠിച്ചില്ലേ? അടിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം ഡിഫറൻസിയേഷന്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ മക്കളെ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് ഡെറിവേറ്റീവ്സ്. ഈ 3 ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് എന്ത് പഠിച്ചില്ലേലും ഇത് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ y = 2x + 1 ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ dy/dx കൊടുത്താൽ പോരെ?
വൈയുടെ ഡെറിവേറ്റീവ് എന്താ dy by dx. ഇതല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. y കണ്ടാൽ അവിടെ dy by dx കൊടുക്കുക, y കണ്ടാൽ അവിടെ എന്ത് കൊടുക്കുക dy by dx. നോക്കിയേ 2x plus 1 ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ 2 അതേപോലെ തന്നെ എഴുതുക. 2 into നമ്മൾ നേരത്തെ എത്ര 6x square ഉണ്ടല്ലോ, അപ്പൊ 6 into എന്നല്ല എഴുതുക. അപ്പൊ അതേപോലെ തന്നെ 2 into x ന്റെ ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ച x ന്റെ ഡെറിവേറ്റീവ് dx by dx എത്രയാ 1 ആ. 2 into x എന്നായിരുന്നു, x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആ, കോൺസ്റ്റന്റ് ഇന്റെ 0 പ്ലസ് ഒക്കെ ആയിട്ട് വന്ന് കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ എന്ത് ഇട്ടേക്കണം 0 ഇട്ട് എടുക്കും. x ന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ 2 into 1 2 plus 0 2 മനസ്സിലായല്ലോ. 2x plus 1 ന്റെ ഡെറിവേറ്റീവ് മനസ്സിലായല്ലോ. 2 into x ന്റെ ഡെറിവേറ്റീവ് 1, കോൺസ്റ്റന്റ് ആണ് 1 ന്റെ ഡെറിവേറ്റീവ് 0. ഇനി നോക്കി ഇവിടെ y കണ്ടാൽ എന്ത് കൊടുത്തിരിക്കും അവിടെ dy by dx. 3x square ആണ്, അപ്പൊ 3 into x square ന്റെ ഡെറിവേറ്റീവ് കുറച്ചു മുമ്പേ പറഞ്ഞു പഠിപ്പിച്ച എന്നതാ x square ആണെങ്കിൽ x raised to n മോഡലാ, nx raised to n minus 1. ഈ ഫോർമുല അറിഞ്ഞില്ലേലും നേരെ പവർ താഴോട്ട് ഇറക്കുക, x ഇടുക, ഒന്ന് കുറയ്ക്കുക കണ്ടോ. x square ആണെങ്കിൽ 2x, x square ആണെങ്കിൽ 2x raised to 1 എന്നാണ്, പക്ഷെ നിങ്ങൾ ആ 1 ഇടണ്ട, മനസ്സിലായോ. x square ആണെങ്കിൽ ഒന്ന് താഴോട്ട് ഇറക്കി എഴുതുക. ഇനി നോക്കിയേ പ്ലസ് 2x എന്നോ, അപ്പൊ 2 into x കണ്ടോ, ഇവിടെ 2 into x അല്ലേ 1 അല്ലായിരുന്നു, അപ്പൊ ഇവിടെ x ന്റെ ഡെറിവേറ്റീവ് 1, പിന്നെ 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 0. അപ്പൊ 3 into 2x എത്രയാ 6x plus 2 ഇതാണ് ആൻസർ. പ്ലസ് 0 എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. 3 into 2x 6x 2 into 1 2 മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയേ അടുത്ത് y is equal to y യുടെ സ്ഥാനം കണ്ടാൽ എന്ത് എടുക്കണം dy by dx. 3 sin x ആ, അപ്പൊ 3 into sin x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. sin x ന്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചു, sin x എന്ന് പറഞ്ഞാൽ cos x, അപ്പൊ 3 അതേപോലെ തന്നെ ഇടുക. അടുത്ത് നോക്കിയേ 4 cos x ആ, cos x ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു മൈനസ് sin x അല്ലെ. മൈനസ് 5 into e raised to x ആ, e raised to x നെ അതേപോലെ തന്നെ ഇടുക. അപ്പൊ നോക്കിയേ 3 cos x, ഇവിടെ പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് 4 sin x മൈനസ് 5 e raised to x. മനസ്സിലായാലും ഇത് മൂന്നാണ് ഫോക്കസ്. ഞാൻ വേറെ ചുമ്മാ പറഞ്ഞിട്ട് തരാം, കാരണം ഇത് നിങ്ങൾ ഇച്ചിരി പഠിക്കാറുണ്ട്. നോക്കിയേ 4 എന്ന് പറഞ്ഞാൽ y is equal to നമുക്ക് ചുമ്മാ എടുക്കാം 6x cube plus 7x square plus 8x minus 1 ഇങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് എടുക്കും dy by dx equal to കണ്ടോ 6x cube എന്നോ, അപ്പൊ 6 അതേപോലെ തന്നെ x cube ആണെങ്കിൽ എന്താ ഒന്ന് കുറച്ച്, അപ്പൊ എത്രയാ 3 എഴുതുക, ആദ്യമേ നമ്പർ എഴുതുക, x ഇടുക 2. കാരണം ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ കുറെ പേര് സ്കിപ്പ് ചെയ്യാതെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല മക്കളെ. ദയവ് ഇത് പുറയിലോട്ട് നോക്കിക്കോണം കേട്ടോ. പഠിക്കുമ്പോൾ നമ്മൾ വൃത്തിക്ക് പഠിക്കണം. x ക്യൂബ് എന്നാണെങ്കിൽ ആ 3 ഇറക്കി എഴുതുക, x സ്ക്വയർ ഇടുക, പ്ലസ് 7x സ്ക്വയർ ആണ്, അപ്പൊ 7 into x സ്ക്വയർ സ്ഥാനത്ത് എന്തിടും x സ്ക്വയർ എവിടെ കണ്ടാലും എന്താ ഡെറിവേറ്റീവ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, x ക്യൂബ് എന്നാണെങ്കിൽ 3x സ്ക്വയർ കണ്ടോ x സ്ക്വയർ, അപ്പൊ 2x പ്ലസ് 8x ആണെങ്കിൽ 8 into x ന്റെ ഡെറിവേറ്റീവ് 1, 8 into 1 പിന്നെ മൈനസ് 1 എത്രയാ 0, കറന്റ് കോൺസ്റ്റന്റ്. 6 into 3 18x സ്ക്വയർ പ്ലസ് 7 into 2x 14x പ്ലസ് 8 മനസ്സിലായല്ലോ. എന്നാലും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക്. ഇത് 2 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും അല്ല, ഞാൻ ചുമ്മാ ഇടുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ ചുമ്മാ ഇടുന്നോ y is equal to 5x raised to 4 minus 6x raised to 3 minus plus 8x square plus 9x plus 5 ഇങ്ങനെ എടുക്കാം. ഇപ്പൊ നോക്കിയേ 5x raised to 4, അപ്പൊ 5 into x raised to 4 ആണെങ്കിൽ ആ 4 താഴോട്ട് എടുക്കുക, x ഇടുക, ഒന്ന് കുറച്ചു x ക്യൂബ് മൈനസ് 6 into x ക്യൂബ് എന്നാണെങ്കിൽ താഴോട്ട് ആ 3 ഇടുക, x ഇടുക, ഒന്ന് കുറച്ച് x ക്യൂബ് 3x സ്ക്വയർ 4x ക്യൂബ് മനസ്സിലായല്ലോ. കാണുന്നവർക്ക് ആദ്യം തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും. എനിക്ക് പേടിയാ ഇത് ഇപ്പം കാണുന്നവരാണെങ്കിൽ മനസ്സിലാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ അത് മൊത്തം കണ്ടാലേ മനസ്സിലാകത്തുള്ളേ. 8 into x സ്ക്വയർ, അപ്പൊ 8 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്നതാ 2x, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്നതാ 2x പ്ലസ് 9x എന്നാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 5 into 0, എത്ര വരും 5 into 4 20x ക്യൂബ് 6 into 3 18x സ്ക്വയർ 18 into 16x പ്ലസ് 9 മനസ്സിലായല്ലോ. ഇതാണ് ആൻസർ. ഇത് dy by dx മനസ്സിലായല്ലോ മക്കളെ. ഒന്നുകൂടെ ഓർത്ത് വെച്ചേ, x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഉണ്ടോ, 3 ഒന്ന് കുറച്ച്, x raised to 4 ആണെങ്കിൽ 4 ഇടുക, ഒന്ന് കുറച്ച് 4x ക്യൂബ്, x സ്ക്വയർ ആണെങ്കിൽ 2x raised to 1 എന്ന് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് x ആണെങ്കിൽ 1. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ഇനി നമുക്ക് 2 റൂൾ പഠിക്കാനുണ്ട്, പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും. അതും കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഓക്കെ മക്കളെ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ മൾട്ടിപ്ലൈ. അപ്പൊ 2 ഫംഗ്ഷൻ ഉണ്ട്, 2 ഫംഗ്ഷനോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, യും വി എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻ. ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് യു വി ആരാ യുവ്രാക്സിംഗ് നമ്പർ എത്രയാ 12 അല്ലേ. അപ്പൊ അതല്ല നമ്മുടെ വിഷയം. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി, അത് 2 ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ. യു വി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു വി എന്നാണ്.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് ആണെന്ന് u into dy by dx plus v into du by dx. u into dv by dx എന്ന് പറയുന്നത് u എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനം അതേപോലെ തന്നെ എഴുതാം. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു dv by dx എന്ന് പറയുന്നത് സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ u into dv by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, പിന്നെ എന്നാ ഇടുക നടുക്ക് പ്ലസ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു v എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻറ്റു du by dx ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സമ്മത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആദ്യമേ ആദ്യത്തെ സാധനം എഴുതുക, പിന്നെ അതിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുക്കുക, പ്ലസ് ഇടുക, സെക്കൻഡ് ഇൻറ്റു വീണ്ടും ഒന്നാമത്തെ ഡെറിവേറ്റീവ് എടുക്കുക. സംഭവം തീർന്നില്ലേ? ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുള്ളതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഒരെണ്ണം എക്സ്, മറ്റവൻ ഏതാ? സൈൻ എക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? നമ്മൾ പഠിച്ചത് ആദ്യമേ ആദ്യത്തവന്റെ പേര് എഴുതുക. ആദ്യത്തവന്റെ ഏതാ? എക്സ്. കണ്ടോ? ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് അതേപോലെ തന്നെ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സെക്കൻഡ് ഏതാ? സൈൻ എക്സ് അല്ലേ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാലോ, എന്നതാ? കോസ് എക്സ് പ്ലസ് ഇനി അടുത്ത എന്നതാ? സെക്കൻഡ്. സെക്കൻഡ് ഏതാ? രണ്ടാമത്തെ അതേപോലെ തന്നെ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫസ്റ്റ് ആരാ? എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇതിന്റെ ആൻസർ എത്ര വരും? എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. കണ്ടോ? സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ സെർച്ച് ചെയ്യ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് എന്നായിരുന്നു യു ബി എന്നാ. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു അല്ലെങ്കിൽ യു ഇൻറ്റു യു ഏതാ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ഇടുക സെക്കൻഡ് ഏതാ? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. മനസ്സിലായല്ലോ? വേറൊരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ, ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, അല്ലാതെ ചെയ്യാം. നോക്കിയേ, വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y is equal to x square e raised to x. ഇതാണ് വേറെ ഫംഗ്ഷൻ. y കണ്ടാൽ എന്തിട്ട് കൊടുത്തേക്കണമെന്ന് ഞാൻ പഠിച്ചേക്കുന്നത് dy by dx. ഇവിടെ മൾട്ടിപ്ലൈ അല്ലേ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമേ ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് ഏതാ? എക്സ് സ്ക്വയർ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് അല്ലേ? ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്നതാ? ഇ റൈസ് ടു എക്സ് തന്നെ. ഇ റൈസ് ടു എക്സിന്റെ പ്രത്യേകത എന്നതാ? അത് തന്നെയാണ് ഡെറിവേറ്റീവ്. പ്ലസ് സെക്കൻഡ് ഏതാ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഏതാ? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്നാ ഞാൻ പഠിപ്പിച്ചായിരുന്നു? 2x അല്ലേ? മറക്കല്ലേ ഈ 2x എന്ന് വന്നാൽ. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് ഏതാ? എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഏതാ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. രണ്ടിടത്തും ഇ റൈസ് ടു എക്സ് ഉണ്ട്. ബാക്കി എന്നതാ? എക്സ് സ്ക്വയർ പ്ലസ് 2x. ബാക്കി എന്നതാ? എക്സ് സ്ക്വയർ. വേണമെങ്കിൽ കോമൺ എടുക്കാം, എഴുതിയില്ലാലും കുഴപ്പമില്ല. കണ്ടോ? ഇവിടെ ഇ റൈസ് ടു എക്സ്, ഇവിടെ ഇ റൈസ് ടു എക്സ്. കോമൺ എടുത്തു. ബാക്കി എന്നാണ്ട്? എക്സ് സ്ക്വയർ ബ്രാക്കറ്റില് ഉള്ളി ഇവിടെയും 2x. മനസ്സിലായല്ലോ? ഇതാണ് പ്രോഡക്റ്റ് റൂൾ. വേറെ റൂൾസിനോട് ഞാൻ തരാം. നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല ഇത് മൊത്തം പഠിച്ചോ ഇല്ലെന്ന്, കാരണം ആദ്യമായിട്ട് കേൾക്കുന്ന സാധനങ്ങളൊക്കെ. നോക്കിയേ, y is equal to x cube into sin x. ഇങ്ങനെയാണ് വെച്ചോ, x cube into sin x. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ dy by dx ഈക്വൽ ആദ്യം ഫസ്റ്റ് ഏതാ? x cube into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് sin x ന്റെ ഡെറിവേറ്റീവ് ഏതായിരുന്നു? cos x പ്ലസ് സെക്കൻഡ് ഏതാ? sin x into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് x cube ന്റെ ഡെറിവേറ്റീവ് 3x square. മനസ്സിലായാലും? ഇതാണ് ആൻസർ. അപ്പൊ എത്ര കിട്ടും ആൻസർ? x cube cos x പ്ലസ് 3x square sin x. മനസ്സിലായല്ലോ? ഇതാണ് പ്രോഡക്റ്റ് റൂളും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നോക്കിയ മക്കളെ, കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. കോഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ആണെങ്കിൽ, യു ബൈ വി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുക. നേരത്തെ യു ബി എന്നായിരുന്നു അല്ലെ? ഇവിടെ മുകളിൽ യു താഴെ വി. അപ്പൊ യു ബൈ വി എന്നാണെങ്കിൽ ആദ്യമേ നമ്മൾ എന്തിനാ പ്രിഫറൻസ് കൊടുക്കുന്നത്? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഇൻറ്റു കണ്ടോ വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. കണ്ടോ ഈ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്ന ഡെറിവേറ്റീവ് ആണ്. ഇപ്പൊ ഡിനോ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ്, നേരത്തെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു കണ്ടോ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. കണ്ടോ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ മക്കളെ ഫോർമുല പറഞ്ഞേ. denominator into derivative of the numerator minus numerator into derivative of the denominator divided by denominator square. ഇങ്ങോട്ട് പറഞ്ഞേ, denominator into derivative of the numerator minus numerator into derivative of the denominator divided by denominator square. അപ്പൊ ആദ്യം ഡിനോമിനേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം, അതിനുശേഷം അല്ലാതെ ചെയ്യാം. എന്താണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ? y is equal to x by sin x. y is equal to x by sin x. ഈ x sin x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. x by sin x അല്ല,
എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കുറെ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ യു ബൈ വി ഫോർമുല. അപ്പൊ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ്. വൈ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. ആദ്യം ആർക്കാ പ്രിഫറൻസ്? ഡിനോമിനേറ്റർ. ഇപ്പൊ ഡിനോമിനേറ്റർ ആരാ? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്നതാ? ഡി ബൈ ഡി എക്സ്. കുറച്ചു മുമ്പേ കൂടെ പറഞ്ഞതാ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. പിന്നെ എന്നാ എഴുതണം? മൈനസ് ഇനി എന്നതാ? ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? ഡിനോമിനേറ്റർ സൈൻ എക്സ് അല്ലേ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ സൈൻ എക്സിന്റെ സ്ക്വയർ. അപ്പം സൈൻ എക്സിന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? ചെറുതാക്കുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ് മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ സ്ക്വയർ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ. സംഭവം മനസ്സിലായോ? ഇതാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. ഒരു ചെറുതും കൂടെ ചെയ്തേക്കാം, കാരണം എനിക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടില്ല. ഡി വൈ ബൈ ഡി എക്സ് ഓഫ് അല്ല സോറി ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുക്കരുത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇത് കൊടുക്കാം. y is equal to ഫംഗ്ഷൻ ഏതാ? എക്സ് സ്ക്വയർ ബൈ കോസ് എക്സ് എന്നാക്കാം. എക്സ് സ്ക്വയർ ബൈ കോസ് എക്സ്. നോക്കി അപ്പം എങ്ങനെ എടുക്കുന്നത്? ആദ്യമേ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ഏതാ? എക്സ് കോസ് എക്സ്. അതിന്റെ ഡെറിവേറ്റീവ് എത്രയായിരുന്നു? മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കോസ് എക്സ് ആണ്. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? കോസ് സ്ക്വയർ എക്സ്. നോക്കി ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര വരും? കോസ് എക്സ് ഇൻറ്റു 2x, അതായത് 2x കോസ് എക്സ്. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ്, രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. സംഭവം മനസ്സിലായോ? ഇതാണ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കോഷ്യൻ റൂൾ പഠിച്ചുകൊണ്ട് കോഷ്യൻ റൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഞാനിപ്പോ കണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തേക്കാം. ഒരു ഇച്ചിരി ടഫ് ഒന്നുമല്ല, വലിയ ടഫ് ഒന്നുമില്ല. ഇപ്പൊ കണ്ടായിരുന്നു. ഒരൊറ്റ മിനിറ്റ്. യൂസിങ് കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞു. അതല്ല. ഓക്കെ, ഞാൻ എന്തായാലും പോസ് ചെയ്തോളാം, കാരണം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയോളെ. ഇതിന്റെ ഡെറിവേറ്റീവ് ഇത് കോഷ്യൻ റൂൾ ഒന്നും എടുത്തു പറയത്തില്ല, ചിലപ്പോൾ കോഷ്യൻ റൂൾ എന്ന് പറയും. എന്തായാലും നിങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ട് വൈ കണ്ടാൽ ഡി വൈ ബൈ ഡി എക്സ്. ഇതെങ്ങനെയാ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്? ശ്രദ്ധിക്കണേ. ഡിനോമിനേറ്റർ ആദ്യം ഡിനോമിനേറ്റർ ഏതാ? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് റൈസ് ടു 5 എന്നാണ് അതിന്റെ ഡെറിവേറ്റീവ് എന്നതാ? 5x റൈസ് ടു 4 മൈനസ് കോസ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്നതാ? മൈനസ് സൈൻ എക്സ്. ശ്രദ്ധിക്കണേ കേട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് x റൈസ് ടു 5 മൈനസ് അതിന്റെ 5x റൈസ് ടു 4 മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഇനി അടുത്ത എന്താ പറയുക? മൈനസ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാ? x റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഏതാ? കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ, അതായത് സൈൻ എക്സിന്റെ സ്ക്വയർ എന്താ? സൈൻ സ്ക്വയർ എക്സ്. ഇത്ര ഉള്ളൂ. ഇത്ര എഴുതിയാലും മാർക്കാ ഉണ്ടോ? ന്യൂമറേറ്ററിനെ ആദ്യം ഏതാ? ഡിനോമിനേറ്റർ ഏതാ? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് റൈസ് ടു 5 ഡെറിവേറ്റീവ് 5x റൈസ് ടു 4 പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 2 കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് ഇത് ഇക്വേഷനിലെ മൈനസ് ആണ്. ഇനി ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതി ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര വരും? 5x റൈസ് ടു 4 സൈൻ എക്സ് അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്തേ 5x റൈസ് ടു 4 സൈൻ എക്സ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നുണ്ട് കണ്ടോ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താ? സൈൻ സ്ക്വയർ എക്സ് കണ്ടോ? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്. പിന്നെ എന്താ ഇവിടെ? മൈനസ് എക്സ് റൈസ് ടു 5 ഇൻറ്റു കോസ് എക്സ് കണ്ടോ? ആദ്യം ഇതും കൂടെ മൾട്ടിപ്ലൈ എക്സ് റൈസ് ടു 5 ഇൻറ്റു കോസ് എക്സ്, പിന്നെ ഒരു മൈനസ് കൂടെ വെളിയിലുണ്ട് മൈനസ് എക്സ് റൈസ് ടു 5 കോസ് എക്സ്. ഇവിടെയോ മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് സ്ക്വയർ എക്സ്, വെളിയിലും കൂടെ ഒരു മൈനസ് ഉണ്ട് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ് കണ്ടോ? മൈനസും വരും പ്ലസ് ആവും. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എന്താ? സൈൻ സ്ക്വയർ എക്സ്. ഇങ്ങനെയും എഴുതി നിർത്താം, അല്ലെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാം. നോക്കിയേ 5x റൈസ് ടു 4 സൈൻ എക്സ് മൈനസ് എക്സ് റൈസ് ടു 5 കോസ് എക്സ് കണ്ടോ? എക്സ് റൈസ് ടു 5 കോസ് എക്സ്. ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നാ മക്കളെ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്നതല്ലേ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് ചോദിച്ചിട്ടുള്ള 3 മാർക്കിന് ചോദിച്ചില്ല. സുഖമായിട്ട് മാർക്ക് മേടിക്കാം. റൂളിന്റെ ഇക്വേഷൻ മാത്രം അറിയുക. പിന്നെ ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ലോവർ ദി ടേബിൾ ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ.
നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു 10. അതിന് അറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഡെറിവേറ്റീവ് എടുക്കുക എന്നിട്ട് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എത്രേ ഉള്ളൂ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 2 അതിന്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്നാന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 എന്നാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്നതാ വൈയുടെ സ്ഥാനത്ത് ഡി ബൈ ഡി എക്സ്. നോക്കിയേ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആ, മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് എന്നതാ കോൺസ്റ്റന്റ് ആ, 0 ആ. മനസ്സിലായല്ലോ, എക്സ് ആണെങ്കിൽ 1 വന്നേനെ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2x മൈനസ് 0 2x. അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സിന് എത്ര ഇട്ട് കൊടുക്കണം, 10. 2 into 10 20. ഇതിന് ആൻസർ എത്രയാ, 20. മനസ്സിലായല്ലോ, ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വേറൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. പ്രൂവ് ചെയ്യേണ്ടതാ എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു 100 ടൈംസ് എഫ് ഡാഷ് 0. എഫ് ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും, എക്സ് റൈസ് ടു 100. എക്സ് റൈസ് ടു n എന്നാണെങ്കിൽ n x റൈസ് ടു n മൈനസ് 1. അപ്പൊ 100 into x റൈസ് ടു n മൈനസ് 1. 100 മൈനസ് 1 എത്രയാണ്, 99 ഡിവൈഡഡ് ബൈ 100. അതേപോലെ ഇവിടെ x റൈസ് ടു 99 ആണെങ്കിൽ x റൈസ് ടു 99ന്റെ ഡെറിവേറ്റീവ് അതെന്നതാ 99 x റൈസ് ടു 98 ഡിവൈഡഡ് ബൈ 99. അതേപോലെ അടുത്ത് ഇങ്ങനെ പോയി x സ്ക്വയർ വരുന്നുണ്ട്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x by 2 അല്ലെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1, ഇത് 0. നോക്കി ഇവിടെ 100 പോയി 99 പോയി 99 പോയി 2 പോയി. ഇപ്പൊ ലാസ്റ്റ് എന്നാ ഉണ്ട് ഇവിടെ, x റൈസ് ടു 99 പ്ലസ് x റൈസ് ടു 98 പ്ലസ് x റൈസ് ടു 97 അങ്ങനെ പോയി ലാസ്റ്റ് x പ്ലസ് 1. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡാഷ് 0യും എഫ് ഡാഷ് 1ഉം. എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ എന്നാ, എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 ഇട്ടെടുക്കുക, 0 റൈസ് ടു 99 എല്ലാം 0 ആവും. ലാസ്റ്റ് ഇതുണ്ട് എക്സിനും 0 പ്ലസ് 1 എല്ലാം 0, ലാസ്റ്റ് ഒരു 1. എഫ് ഡാഷ് 0യുടെ വാല്യൂ എത്രയാണ്, 1. കിട്ടിയല്ലോ ഇതിനകത്ത്. ഇനി ബാക്കി ചെയ്യാണ്ടേ, എഫ് ഡാഷ് 0യുടെ വാല്യൂ 1 കിട്ടി. ഇനി എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാലോ, എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 റൈസ് ടു 99 1 റൈസ് ടു 98 അങ്ങനെ പോയി ലാസ്റ്റ് ഒരു 1 ഉണ്ട് പ്ലസ് 1. നോക്കിയേ 99 വട്ടം 1 പിന്നെ എക്സ്ട്രാ 1 കൂടെ അല്ലെ. 1 റൈസ് ടു 99 98 97 ഇവിടെ എന്നതാ 1 സ്ക്വയർ ലാസ്റ്റ് 1 റൈസ് ടു 1. അപ്പൊ നോക്കിയേ 1 തൊട്ട് 99 വരെ 1 പ്ലസ് 1 അപ്പൊ 99 പ്ലസ് 1 എത്രയാ, 100. അപ്പൊ എഫ് ഡാഷ് 0 1, എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ 100. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്നതാ എഫ് ഡാഷ് 1 ഈസ് ഈക്വൽ ടു 100 ടൈംസ് എഫ് ഡാഷ് 0 അല്ലെ. എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 100 which is equal to 100 ടൈം എഫ് ഡാഷ് 0. എഫ് ഡാഷ് 0 എത്രയാവും, 100 into 100 100. മനസ്സിലായല്ലോ. അടുത്ത ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ശ്രദ്ധിക്കണം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കണ്ട് സൈൻ സ്ക്വയർ എക്സിന്റെയും കോസ് സ്ക്വയർ എക്സിന്റെയും ഡെറിവേറ്റീവ് എടുക്കരുത്. നമ്മൾ എന്തെടുക്കണം, അതൊരു ഫംഗ്ഷനാണ്, നമുക്ക് അറിയാവുന്ന സാധനമാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് സെയിം സാധനം വന്നാൽ എത്രയാ, 1 അല്ലേ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് 1ന്റെ ഡെറിവേറ്റീവ് എന്നതാ 0. അറിയാലോ 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അറിയാലോ കോൺസ്റ്റന്റ് അല്ലേ. നോക്കി ഇവിടെ എന്നാ ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് എ ബൈ എക്സ് റൈസ് ടു 4 മൈനസ് ബി ബൈ എക്സ് സ്ക്വയർ പ്ലസ് കോസ്. നിങ്ങൾ ഒരു കാര്യം നോക്ക്, ഇവിടെ കോഷ്യന്റ് റൂൾ അല്ല. ഇവിടെ കോഷ്യന്റ് റൂൾ ആണോ, അല്ല. കാരണം എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റാ, ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റാ. അപ്പൊ അവിടെ കോഷ്യന്റ് റൂൾ അല്ല അപ്ലൈ ചെയ്യേണ്ടത്, അത് കോൺസ്റ്റന്റ് ആയിട്ട് 1 ബൈ എക്സ് റൈസ് ടു 4 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എ ബൈ എക്സ് റൈസ് ടു 4 ഞങ്ങൾ മേലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് റൈസ് ടു അല്ലെ. എക്സ് റൈസ് ടു മൈനസ് 4 മൈനസ് ബി ഉണ്ട്, എക്സ് സ്ക്വയർ ആണ് താഴെ, അതിന് മേലോട്ട് കൊണ്ടുവരുമ്പോൾ -2 പ്ലസ് കോസ്. കണ്ടല്ലോ ചേഞ്ച് വരുത്തി എങ്ങനെയാ, താഴത്തെ എക്സ് റൈസ് ടു 4 മേലോട്ട് കൊണ്ടുവന്നപ്പോ എക്സ് റൈസ് ടു -4, താഴത്തെ എക്സ് സ്ക്വയറിനെ മേലോട്ട് കൊണ്ടുവന്നപ്പോ എക്സ് റൈസ് ടു -2. നോക്കി ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ, എ ഉണ്ട് കോൺസ്റ്റന്റ് അതേപോലെ തന്നെ. ഇനി എക്സ് റൈസ് ടു n ആണെങ്കിൽ n x റൈസ് ടു n മൈനസ് 1, n എന്ന് പറഞ്ഞാൽ -4, n x റൈസ് ടു n മൈനസ് 1, n എത്രയാ -4 -1. ഇനി അടുത്ത സാധനം എന്താ, മൈനസ് ബി ഇൻറ്റു എക്സ് റൈസ് ടു -2, അതും ഇതുപോലെ തന്നെ n x റൈസ് ടു n മൈനസ് 1, n എത്രയാ -2 ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1, അതായത് -2 -1 പ്ലസ് കോസ് എക്സ് ആണ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇവിടെ എന്ത് വരും, a ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -4a, എക്സ് റൈസ് ടു -4 -1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു -1. ഇവിടെ മൈനസ് ബി ഇൻറ്റു -2 അല്ലേ, അപ്പം പ്ലസ് ആവും, പ്ലസ് 2b അല്ലെ. മൈനസ് ബി ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ പ്ലസ് 2b, എക്സ് റൈസ് ടു -2 -1 എന്ന് പറഞ്ഞാൽ -3 മൈനസ് സൈൻ എക്സ്. കണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ ഇട്ടില്ല. ഇതിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, -4a എക്സ് റൈസ് ടു -5 താഴോട്ട് വരുമ്പോൾ എക്സ് റൈസ് ടു 5, ഇവിടെ 2b എക്സ് റൈസ് ടു -3 ആണ്, താഴോട്ട് വരുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് സൈൻ എക്സ്. ഇതും ശരി തന്നെയല്ലേ. കണ്ടോ, ഇങ്ങനെ എഴുതാലോ, ഇങ്ങനെ എഴുതിയാലും എന്റെ ആൻസർ ആണ് കേട്ടോ. ഇതാണ് എഴുതേണ്ട സത്യം പറ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ലിമിറ്റ്സിലെയും ഡെറിവേറ്റീവിലെയും പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു പാടായിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും മിക്ക കുട്ടികൾക്കും.
ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയായിരിക്കും ഇതിന്റെ ലെവൽ എന്നൊക്കെ അല്ലെ. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു വട്ടവും 2 വട്ടവും ഒന്ന് ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മക്കളെ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്റർ അറിയാതെ, ഈ ചാപ്റ്ററും ട്രിഗ്നോമെട്രിയും അറിയാതെ നിങ്ങൾ +2 പോയിട്ട് കാര്യമില്ല. +2 നമുക്ക് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്, സെറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ +2 അതൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ അറിയേണ്ടത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. കാരണം ഇതാണ് അടുത്ത വർഷം പഠിക്കാനുള്ളത്. ഇതറിയാതെ നമ്മൾ 1ാം ക്ലാസ്സിലുള്ള ചെറുക്കനെ കൊണ്ട് നേരെ 10ാം ക്ലാസ്സിൽ ഇരുത്തിയുള്ള അവസ്ഥ ആലോചിക്കുക. ആ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് +2 വരാൻ പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? പഠിക്കണം. ഈ ചാപ്റ്റർ പഠിച്ചിരിക്കണം, ഈ ചാപ്റ്ററും ട്രിഗ്നോമെട്രിയും. കാരണം ഇതാണ് ബേസ് ഓഫ് സെക്കൻഡ് ഇയറിന്റെ ബേസ് കേട്ടല്ലോ. ഇത് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കിട്ടുവാണെങ്കിൽ ഇനിയും ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക. ലിങ്ക് ഉണ്ട്, വേറെ ചാനലുകളിലും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെ. അപ്പൊ നിങ്ങൾ അത് കയറി പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, A+ മേടിക്കുക. ഓക്കെ, A+ അല്ല നമ്മുടെ ഇപ്രാവശ്യം ലക്ഷ്യം. എന്നതാ ഫുൾ മാർക്കാണ് നമ്മൾ മേടിക്കുന്നത്. 1 മാർക്ക് പോലും നമ്മൾ കളയരുത് അല്ലെ. അപ്പം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.